നമസ്തേ. ജനം ടി വിയുടെ ജനകീയ സംവാദ വേദിയായ ജനസഭയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനസഭ ഇന്ന് ചേരുന്നത് എറണാകുളം ജില്ലയിലെ മുനമ്പത്താണ്. മുനമ്പത്തെ പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വഖഫ് അധിനിവേശത്തിൻ്റെ ആ ഭീഷണിയിൽ, കുടിയൊഴിക്കൽ ഭീഷണിയിൽ കഴിയുന്ന ഒരു ജനതയുടെ മുന്നിലാണ് ജനസഭ ഇന്ന് നടത്തുന്നത്. കഴിഞ്ഞ 40 ദിവസമായി മുനമ്പത്തെ ജനത സമരത്തിലാണ്, അതിജീവനത്തിനായുള്ള സമരത്തിലാണ്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഒരു ഉന്നതതല യോഗം ഉണ്ട്. വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുന്നത്. ആ യോഗത്തെയാണ് മുനമ്പത്തെ ജനത അതിജീവനത്തിൻ്റെ സമരം നടത്തുന്ന, സമരപാതയിലുള്ള ഈ ജനത ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. മുനമ്പം ജനതയുടെ കണ്ണീരൊപ്പാൻ സർക്കാരിന് ആവുമോ? ഈ വിഷയമാണ് ജനസഭ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അതിഥികളെ പരിചയപ്പെടാം. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. ശങ്കുവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വഖഫ് മഹല്ല കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന കോർഡിനേറ്റർ TA മുജീബ് റഹ്മാൻ, ശ്രീ മുജീബ് റഹ്മാനെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മുനമ്പം ജനതയുടെ പ്രതിനിധിയായി ശ്രീ റോയ് കുരിശിങ്കിലും ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നു. റോയിയെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മുനമ്പം ജനതയെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം ശംഖുവിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശംഖു, ഇത് ഒരു നിയമപ്രശ്നമാണ്. ഇപ്പോൾ 2 വാദങ്ങളാണ്. മുനമ്പത്തേത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് ഒരു വിഭാഗം പറയുന്നു, വഖഫിൻ്റെ ഭൂമി അല്ല എന്ന് മറുവിഭാഗം പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ പറഞ്ഞതാണ്, സർക്കാരും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷവും പറഞ്ഞതാണ്, ഞങ്ങൾ ചേർത്ത് പിടിക്കും, ഒരാളെ പോലും ഈ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ചു വിടില്ല. അങ്ങനെ ഒരു വാഗ്ദാനം ഇവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാളത്തെ യോഗത്തെ, മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തെ മുനമ്പൻ ജനത പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം, അതെങ്ങനെ സർക്കാരിന് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമസ്കാരം. ആദ്യമേ ഒരു തിരുത്തോടുകൂടി തുടങ്ങട്ടെ. ഞാൻ BJPയുടെ സംസ്ഥാന വക്താവല്ല, ഇന്റലക്ച്വൽ സെല്ലിന്റെ സംസ്ഥാന കൺവീനറാണ്. നോക്കൂ, സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ വിഷയം പരിഹരിക്കാൻ വഖഫ് നിയമത്തിൽ തന്നെ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. വഖഫ് നിയമത്തിലെ സെക്ഷൻ 97 പ്രകാരം വഖഫ് ബോർഡിന് ഡയറക്ഷൻസ് കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട്. എന്നാൽ ആ അധികാരം ഉപയോഗിക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ മുനമ്പത്തെ ഈ പറയുന്ന അധിനിവേശ ഭീഷണി നേരിടുന്ന തങ്ങളുടെ എത്രയോ പതിറ്റാണ്ടുകളായി തങ്ങൾ താമസിച്ചു വരുന്ന ഭൂമിയിൽ നിലനിൽക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതുന്ന ഒരു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു വരുന്നത് എന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം 2022 മുനമ്പത്തെ ജനതയ്ക്ക് കരമടയ്ക്കാനുള്ള അവകാശം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കൂടി അനുവദിച്ചു കൊടുത്ത സമയത്ത് പോലും അതിനെതിരെ നിയമസഭയിൽ KPA മജീദ് അവതരിപ്പിക്കുന്ന ചോദ്യം, അധിനിവേശക്കാരെ അല്ലെങ്കിൽ കയ്യേറ്റക്കാരെ നികുതി അടയ്ക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുകയും അതിന് സംസ്ഥാന വഖഫിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രി V. അബ്ദുറഹ്മാൻ ഒരു കാരണവശാലും മുനമ്പത്തെ ജനങ്ങളെ കരമടയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, വഖഫ് ഭൂമി തിരിച്ചു പിടിക്കുമെന്നാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് എന്ന് വളരെ ഖണ്ഡിതമായിട്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടെ 3 സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ, വയനാട്ടിലും പാലക്കാടും അതേപോലെ തന്നെ ചേലക്കരയിലൊക്കെ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ മുനമ്പത്തെ വിഷയം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ഒരു വല്ലാത്ത തരത്തിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് കണ്ടപ്പോൾ തൽക്കാലം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇവരുടെ ഐക്യദാർഢ്യം പുലർത്തുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ നാളെ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ അങ്ങനെ ഒരു കടുത്ത നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇവരുടെ മുന്നേയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ മുനമ്പത്തെ ജനങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അനുഭാവം പുലർത്തുന്ന ഒരു സമീപനമല്ല ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ്, ഇവിടുത്തെ പ്രശ്നത്തിനുള്ള ഏറ്റവും ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് നിലവിലിരിക്കുന്ന വഖഫ് നിയമത്തെ തന്നെ ഭേദഗതി
ഭേദഗതി ചെയ്യുന്ന കേന്ദ്ര പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ഭേദഗതി നിയമങ്ങൾ പാസ്സാക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ പ്രശ്നം ഇരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമത്തിൽ തന്നെയാണ്. ഈ രാജ്യത്തെ ഏത് ഭൂമിയെയും വഖഫ് ഭൂമിയായി പരിവർത്തനം ചെയ്യാൻ വഖഫ് ബോർഡുകൾക്ക് അധികാരം കൊടുത്തുകൊണ്ടാണ് നമ്മളൊരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അന്യായമായി രാജ്യത്തെ ഏത് ഭൂമിയും ഈ വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ എന്നൊരു ചോദ്യം ഉണ്ടായാൽ അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം വഖഫ് ബോർഡിന് തന്നെയാണ്. സാമാന്യ നീതിയുടെ പോലും ലംഘനമാണ്. നോബഡി ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ് എന്ന് പറയും. നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു തർക്കത്തിൽ നമ്മൾ തന്നെ ന്യായാധിപനാവാൻ പാടില്ല. നിഷ്പക്ഷനായിട്ടുള്ള ഒരാളാണ് ന്യായാധിപൻ. എന്നാൽ ഇവിടെ ഏത് ഭൂമിയും വഖഫാണോ അല്ലയോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വഖഫ് ബോർഡിന് തന്നെ അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കാം. തന്നെയുമല്ല, വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും. അത് ആർക്കേ പരിശോധിക്കാൻ സാധിക്കുള്ളൂ? വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ പരിശോധിക്കാൻ സാധിക്കുള്ളൂ. വഖഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനത്തിനുള്ള അപ്പീൽ പോലും സാധ്യമല്ല. ഹൈക്കോടതികൾക്ക് പോലും അത് പരിശോധിക്കാനുള്ള അധികാരമില്ല. അങ്ങനെ ഒരു പഴുതടച്ച നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇതുകൊണ്ട് സംഭവിക്കുന്നത് ഈ രാജ്യത്തെ വഖഫ് ഭൂമിയുടെ തോത് അനിയന്ത്രിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വഖഫ് നിയമം എന്ന് പറയുന്ന 1995 പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. 1995 നമ്മൾ വഖഫ് നിയമം പാസ്സാക്കുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്തെ ആകെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 4.5 ലക്ഷം ഏക്കർ ഭൂമിയായിരുന്നു. എന്നാൽ 2006 രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ 10 വർഷത്തിന് ശേഷം രണ്ടാമത് വഖഫ് ഭൂമിയുടെ സർവേ നടത്തിയപ്പോൾ രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു രാജ്യത്തെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ 6 ലക്ഷമാണ്. 6 ലക്ഷം ഏക്കർ. 2024 ഈ പറയുന്ന വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത് വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 9 ലക്ഷം ഏക്കർ എന്നാണ്. അതായത് 1995 4.5 ലക്ഷം ഏക്കർ ഉണ്ടായിരുന്ന വഖഫ് ഭൂമി 2024 ആകുമ്പോഴേക്കും 30 കൊല്ലം കൊണ്ട് ഇരട്ടിയായി മാറുന്ന മഹേന്ദ്രജാലം. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? കണ്ണിൽ കണ്ടതും സ്വപ്നം കണ്ടതും മോഹം തോന്നിയതുമായിട്ടുള്ള ഏത് ഭൂമിയെയും വഖഫായി പ്രഖ്യാപിക്കാനുള്ള അധികാരം നിങ്ങൾ വഖഫ് ബോർഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഭൂമി മുഴുവൻ വഖഫ് ഭൂമിയായി മാറും. ഇന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കഴിഞ്ഞാൽ, പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ് കഴിഞ്ഞാൽ, റെയിൽവേ മന്ത്രാലയം കഴിഞ്ഞാൽ, പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവുടമസ്ഥൻ വഖഫ് ബോർഡാണ്. 8.5 ലക്ഷം പ്ലോട്ടിലായിട്ട് 9 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ഇപ്പൊ JPCയുടെ മുന്നിൽ വന്നിട്ടുള്ള, ഇപ്പൊ നിയമം JPC പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, JPCയുടെ മുന്നിൽ വന്നിട്ടുള്ള ക്ലെയിമുകളിൽ പറയുന്നത് 38 ലക്ഷം ഏക്കറോളം ഭൂമി ക്ലെയിം ചെയ്യുന്നുണ്ട് വഖഫ് ബോർഡ് എന്നാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഭൂമിയുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ മുനമ്പത്തെ ഭൂമിയുടെ കാര്യം നമുക്ക് എടുക്കാം. മുനമ്പത്തെ ഭൂമി എങ്ങനെയാണ് വഖഫ് ആവുന്നത് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ചോദ്യത്തിൽ തുടങ്ങുന്നുണ്ട് ആ പ്രശ്നം. കാരണം എന്താണ് മുനമ്പത്തെ വഖഫ് തർക്കത്തിന്റെ ചരിത്ര പശ്ചാത്തലം? എന്താ? 1902 ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുള്ള കച്ചി മേമൻ വിഭാഗത്തിൽപ്പെടുന്ന സത്താർ സേട്ട് എന്ന് പറയുന്ന ആൾക്ക് മഹാരാജാവിന്റെ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ദിവാൻ പാട്ടമായിട്ട് ഏതാണ്ട് 400 ഏക്കർ ഭൂമി കൊടുത്തു. കൃഷി ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ മുനമ്പത്തെ വേളാങ്കണ്ണി കടപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തെ 400 ഏക്കർ ഭൂമി കൊടുത്തു എന്നുള്ളതാണ്. 1948 ഈ പറയുന്ന സത്താർ സേട്ടിന്റെ പിൻഗാമിയാണെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായിരുന്ന ജുമൈദ ബീഗോ അങ്ങനെ എന്തോ ഒരു സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള സത്താർ സേട്ട് ഈ ഭൂമി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യാണ്. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യമുണ്ട്. കാരണം 1948 ആയപ്പോഴേക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് പറയുന്ന ഒരു ഓഫീസ് ഇല്ലാണ്ടായി. തിരുവിതാംകൂർ മഹാരാജാവ് കൊടുത്തിട്ടുള്ള പാട്ടത്തിന് പിന്നെ എന്ത് പ്രസക്തിയുള്ളത്? അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയായി മാറി. 2, ഈ പറയുന്ന സത്താർ സേട്ട് സ്വന്തം പേരിലേക്കും സ്വന്തം ഉപ്പയായിട്ടുള്ള മുസൽമാൻ സേട്ടിന്റെ പേരിലേക്കും ഈ ഭൂമി രജിസ്റ്റർ ചെയ്യാണ്. അതിനുശേഷം 1950 ഇദ്ദേഹം ഇത് ഫാറൂഖ് കോളേജിന് എടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടുള്ള ഒരു തീരാധാര പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഫാറൂഖ് കോളേജ് അവകാശപ്പെടുന്നത് അത് ഗിഫ്റ്റ് ഡീഡാണ് എന്നാണ്. വഖഫാണ് എന്നുള്ള വാദം ഫാറൂഖ് കോളേജ് അംഗീകരിക്കുന്നില്ല, ഇഷ്ടദാനം തന്നു എന്നാണ്. ഈ കരാറിൽ പോലും ഈ പറയുന്ന വിൽപ്പന തീരാധാരത്തിൽ പോലും എഴുതിയിട്ടുള്ളത് ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫാറൂഖ് കോളേജിന് നൽകുന്നു. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇതിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ ഈ ഭൂമി എനിക്കോ എൻ്റെ പിൻഗാമികൾക്കോ മടക്കി കിട്ടേണ്ടതാണ് എന്നാണ്. വഖഫാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. വഖഫ് കനോട്ട് ബി കണ്ടീഷണൽ. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നാണ്. ഒരിക്കൽ നിങ്ങൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി തിരിച്ചെടുക്കാൻ പറ്റില്ല. വഖഫ് എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം തന്നെ പ്രൊഹിബിഷൻ എന്നാണ്, നിരന്തരമായിട്ടുള്ള നിരോധനം എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഭൂമി നിങ്ങൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇത് എനിക്കോ എൻ്റെ പൂർവികർക്കോ മടങ്ങി വരുമെന്ന കണ്ടീഷൻ വെച്ചപ്പോൾ തന്നെ ആ കണ്ടീഷൻ കൊണ്ട് തന്നെ ഇത് വഖഫ് അല്ല എന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭൂമി, ഫാറൂഖ് കോളേജിന് ഇഷ്ടദാനം കിട്ടിയ ഭൂമി, ഫാറൂഖ് കോളേജ് 1989 1991 ഇടയ്ക്കുള്ള 3 വർഷങ്ങൾ കൊണ്ട് ഏതാണ്ട് 144 ഏക്കർ ഭൂമി വില മേടിച്ച് വിറ്റു. 33 ലക്ഷം രൂപ മേടിച്ചിട്ട് ഏതാണ്ട് 331 ആധാരങ്ങളിലൂടെ 144 ഏക്കർ ഭൂമി വിറ്റു. അവർ വിറ്റ ഭൂമി കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ള ആൾക്കാർ സർക്കാർ
തിരുവയും നികുതിയും കരമൊക്കെ അടച്ച് സ്വന്തം പേരിൽ പട്ടയം നേടിയതിനു ശേഷം അവിടെ പതിറ്റാണ്ടുകളായി ജീവിച്ചു വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇത് വഖഫ് ഭൂമിയാണെന്നൊരു അവകാശവാദവുമായിട്ട് വഖഫ് ബോർഡ് വരുമ്പോൾ അതിന് എന്ത് ധാർമ്മികമായിട്ടുള്ള അധികാരമാണ് ഉള്ളത്, അത് എന്ത് തരത്തിലുള്ള ന്യായമാണ് മുന്നോട്ട് വെക്കുക എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കൊടുത്ത് മേടിച്ചിട്ടുള്ള ഭൂമിയിൽ, പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന ഭൂമിയിൽ ജീവിക്കാൻ ഈ മനുഷ്യർക്ക് 100% അവകാശമുണ്ട്. ഈ പറയുന്ന ഇവരുടെ തീരാധാരം കൊണ്ട് തന്നെ ഇത് വഖഫല്ല എന്നത് വളരെ വ്യക്തമായ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ സർക്കാരിന് വളരെ കൃത്യമായിട്ട് സെക്ഷൻ 97 പ്രകാരം വഖഫ് ബോർഡിനോട് ഈ ഭൂമിയുടെ മുകളിലുള്ള എല്ലാ ക്ലെയിമും ഉപേക്ഷിക്കണമെന്നും ഈ ഭൂമി ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിൽ വഖഫ് ഭേദഗതി നിയമങ്ങൾ പാസ്സാക്കുകയും ഇത്തരത്തിലുള്ള അന്യായമായി ഭൂമി കൈവശപ്പെടുത്തുന്ന പ്രവണതയ്ക്ക് തന്നെ ഒരു നിരന്തരമായിട്ട് അവസാനം വരുത്തുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മുജീബ് റഹ്മാൻ, എന്തായാലും ഞാൻ താങ്കളോട് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഭരിക്കുന്ന കക്ഷിയുടെ അല്ലെങ്കിൽ നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികളോ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടില്ല. പക്ഷേ താങ്കൾ വന്നു, അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ ആമുഖത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നു, അല്ല എന്നും പറയുന്നു. ഇപ്പോൾ ശംഖു ഈ മുനമ്പത്തിൻ്റെ ഈ ഭൂമിയുടെ ഒരു ചരിത്രം വളരെ ഹ്രസ്വമായിട്ട് ഇവിടെ വിശദീകരിച്ചു. വഖഫ് ഭൂമിയാണ് എന്ന് ആവർത്തിച്ചു പറയാനുള്ള കാരണം എന്താണ്? മാത്രമല്ല, ഇതിൽ പ്രധാന പ്രതി ഫറൂഖ് കോളേജ് ആണ് എന്ന ഒരു വാദം കൂടി മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ചാനലിൻ്റെ ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന ആങ്കർ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സൂചിപ്പിച്ച 2 വാചകങ്ങളുണ്ട്. അതിലൊന്ന് വഖഫ് ഭീകരതയ്ക്കെതിരെ, അതേപോലെ തന്നെ വഖഫ് അധിനിവേശത്തിനെതിരെ. ഭീകരത എന്ന് ഞാൻ പറഞ്ഞില്ല, അധിനിവേശം പറഞ്ഞു. ചാനൽ ചർച്ചകളിൽ സൂചിപ്പിക്കാറുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചത് അധിനിവേശത്തിനെതിരെ. അത് പ്രതിഷേധാർഹമാണ്. കാരണം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് 100 രൂപ അവൻ്റെ വരുമാനമുണ്ടെങ്കിൽ ആ വരുമാനത്തിൽ നിന്ന് 2.5% അവൻ സക്കാത്ത് കൊടുക്കണമെന്നുള്ള അവൻ്റെ നിർബന്ധമായിട്ടുള്ള ഒരു മത ചിട്ടയാണ്, മതത്തിൻ്റെ ഒരു നിയമമാണ്. അത് നിർബന്ധമാണ്, അത് ഔദാര്യമല്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ വഖഫ് എന്നുള്ളത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രമായ സക്കാത്ത് പോലെ തന്നെയുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ ചേർത്ത് അതൊരു അധിനിവേശം എന്നുള്ള ആ പദപ്രയോഗം പ്രതിഷേധാർഹമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നേരത്തെ സംസാരിച്ച BJPയുടെ പ്രതിനിധി ഏതെങ്കിലും ഒരു പ്രദേശം വഖഫാണ് എന്ന് വഖഫ് ബോർഡ് അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആ പ്രദേശത്തേക്ക് കടന്നു ചെന്ന് ആ പ്രദേശം കൈവശപ്പെടുത്താനുള്ള അവകാശവും അധികാരവുമുണ്ട് എന്ന് പറയുന്നു. ഒരിക്കലും അത് ശരിയല്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടാണോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയക്കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. വഖഫ് അത്തരത്തിലുള്ള ഒരു അവകാശവാദവും ഒരു പ്രദേശത്തും നടത്തിയിട്ടില്ല. ഈ പ്രദേശത്തും വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 40 ദിവസത്തോളമായി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സമരരംഗത്താണുള്ളത്. ഈ കേസ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1950 സിദ്ദിഖ് സെട്ട് കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫാറൂഖ് കോളേജിന് എഴുതി കൊടുക്കപ്പെട്ടിട്ടുള്ള ഒരു തീറാധാരത്തിന്റെ, ഒരു വഖഫാധാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വഖഫായിട്ടുള്ളത്. അത് വഖഫാണോ അത് വഖഫല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചർച്ചയിലൂടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവാദങ്ങളിലൂടെയോ അല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി രേഖകൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ കൊണ്ടുവന്നിട്ടുള്ളത് 1950 സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ആധാരത്തിന്റെ കോപ്പിയാണ്. ഇതിൽ വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. ഞാനതൊന്ന് ആ ആധാരത്തിന്റെ ആദ്യത്തെ ഭാഗം ഞാനൊന്ന് വായിക്കാം. ഇത് വഖഫാണോ, വഖഫ് എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ യാതൊരുവിധ രേഖകളുടെയും അടിസ്ഥാനമില്ലാതെ വഖഫാണ് എന്ന അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നു, അതല്ലെങ്കിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അതിൻ്റെ ഒരു
DTP കോപ്പിയാണ്, നേരത്തെ ഉള്ള ആധാരം വായിക്കാനുള്ള സൗകര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ്, ഒരു 2 മിനിറ്റ്. പരമകാരുണ്യകനും കരുണാനിധിയുമായ ഏക ഇലാഹിൻ്റെ തിരുനാമത്തിൽ, സിദ്ദിഖ് സേട്ട് എഴുതി കൊടുത്തിട്ടുള്ള ആധാരത്തിൻ്റെ ആദ്യ വരികളാണ്. 1950 നവംബർ മാസം 1-ാം തീയതി ഇന്ത്യ ഗവൺമെന്റ് വക 1860 21 നമ്പർ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് മദ്രാസ് സ്റ്റേറ്റിൽ മലബാർ ജില്ല ഏറനാട് താലൂക്കിൽ ഫാറൂഖ് അംശം നല്ലൂർ ദേശത്ത് ഓഫീസ് സ്ഥാപിച്ച് പ്രവർത്തനം നടത്തുന്ന ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വേണ്ടി ടി കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, പാലക്കാട് താലൂക്ക് ഒലവക്കോട് അംശം കല്ലടിയിൽ മുസൽമാൻ മൊയ്തു ടി സാഹേബ് അവർകളുടെ പുത്രൻ, തടിക്കച്ചവടം 66 വയസ്സുള്ള ഖാൻ ബഹദൂർ പി ഉണ്ണിക്കമ്മു സാഹിബ് അവർക്ക് പേർക്ക് കൊച്ചി കണയന്നൂർ താലൂക്ക് മട്ടാഞ്ചേരി വില്ലേജ് ബംഗ്ലാദേശി ബംഗ്ലാശ്ശേരി ബംഗ്ലാവിൽ ഇരിക്കും കച്ചിമേൻ മുസൽമാൻ ഹാജി ഹംസ സേട്ട് മകൻ കച്ചവടം 44 വയസ്സുള്ള മുഹമ്മദ് സിദ്ദിഖ് സേട്ട് എഴുതി കൊടുക്കുന്ന വഖഫ് ആധാരം. അപ്പോൾ ഈ 404 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയല്ല, കൃത്യമായ ആധാരത്തിൻ്റെ പിൻബലത്തിലാണ്. അതോടുകൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രദേശത്ത് സമരരംഗത്തുള്ള നിങ്ങളുടെ വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ 1950 മുതൽ ഇതിപ്പോൾ 2025 അടുക്കുകയാണല്ലോ, 2024 മുക്കാൽ നൂറ്റാണ്ടായി. ഈ മുക്കാൽ നൂറ്റാണ്ട് കാലത്തിനിടക്ക് നിങ്ങൾ ഈ പ്രദേശത്തൊക്കെ മുസ്ലിങ്ങളുണ്ടല്ലോ, ഇവിടെ മുസ്ലിം മഹല്ലുണ്ട്, മുനമ്പം പള്ളിയുണ്ട്, ചെറായി മഹല്ലുണ്ട്, അതല്ലെങ്കിൽ എറണാകുളത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ മുസ്ലിമീങ്ങളോ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ ഇവിടെ എത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ വീട്ടിൽ വന്നോ, അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് കുടിയിറങ്ങരുത് ഞങ്ങളുടെ സ്വത്താണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1961-ലും 67-ലും 71-ലും 75-ലും ഒക്കെ നമ്മുടെ പറവൂർ കോടതിയിലും അതേപോലെ തന്നെ ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാറൂഖ് കോളേജും ഈ പറയപ്പെടുന്ന ഈ പ്രദേശവാസികളും തമ്മിൽ കേസുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളം ആ കേസ് 61-ൽ കൊടുത്ത കേസിന്റെ വിധി 67-ൽ വന്നു, 67-ൽ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. അന്ന് ഈ പറയപ്പെടുന്ന പറവൂർ കോടതിയിൽ നിന്ന് വളരെ കൃത്യമായി വന്ന വിധി, ആ വിധിയുടെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. ആ വിധിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ള പറവൂർ കോടതിയുടെ വിധിയാണ്. ആ വിധിയുടെ യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പീൽ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് വന്ന 1971-ൽ വന്ന വിധിയും ആ കീഴ്ക്കോടതിയുടെ വിധിയെ ശരിവെച്ചുകൊണ്ടാണ്. ഈ വിധികളും ഈ പറയപ്പെടുന്ന വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഇവിടെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമുണ്ടാകുന്ന രീതിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടോ ഇവിടെ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകുവാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിഷേധാർഹമാണ്, നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ, അത് ഞാൻ ഏതെങ്കിലും പാർട്ടിയെയോ നേതാക്കളെയോ സംഘടനകളെയോ പേരെടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വരുന്ന ആളുകളൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, അതോടൊപ്പം തന്നെ സംഘടനകൾ മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒട്ടനവധി റിസോർട്ടുകളുണ്ട്. ഈ സമരം ചെയ്യപ്പെടുന്ന ആ സമരത്തിനുള്ള പിന്തുണയർപ്പിച്ചു കൊണ്ടുവരുന്ന നേതാക്കളാരും ഈ പാവപ്പെട്ട 610 കുടുംബങ്ങളുടെ കാര്യങ്ങളല്ലാതെ ഈ പാവപ്പെട്ട റിസോർട്ടുകാരെ കുറിച്ച് ആരും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ പറയപ്പെടുന്ന പാവപ്പെട്ടവരെ മുൻനിർത്തിക്കൊണ്ട് ഈ നടത്തപ്പെടുന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ചില ആളുകൾ വർഗീയമായിട്ടുള്ള ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ചില ആളുകൾ അവരുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ വിഷയം രമ്യമായി പരിഹരിക്കണം. ഇവിടെ ചതിക്കപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. ഇവിടെ നിങ്ങളെ ചതിച്ചിട്ടുള്ളത് കോഴിക്കോടുള്ള ഫാറൂഖ് കോളേജാണ്. ആ ഫാറൂഖ് കോളേജിന്റെ അധികൃതർക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അവർ വിവരമില്ലാത്തവരല്ല, വിദ്യാഭ്യാസമില്ലാത്തവരല്ല, അവർ ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവരല്ല. അവർക്ക് കൃത്യമായി ബോധ്യമുള്ളവരായിരുന്നു. വഖഫ് ഭൂമി വിൽക്കപ്പെടാൻ പാടില്ല എന്നുള്ള കൃത്യമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ കോവിഡിന്റെ കാലത്ത് മരണപ്പെട്ടു പോയ അഡ്വക്കേറ്റ് പോൾ, അദ്ദേഹം നിയമത്തെക്കുറിച്ച് വിവരമില്ലാത്ത ആളല്ല, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. ഒരു വഖഫ് ഭൂമി വിൽപ്പന നടത്താൻ പാടില്ല എന്ന് ആരെക്കാളും കൃത്യമായി ബോധ്യമുള്ള ആളായിരുന്നു മരണപ്പെട്ടു പോയ പോൾ.
പക്ഷേ ആ പോൾ അതിൽ നിലവിൽ കുറ്റക്കാരനാണ്, ഫാറൂഖ് കോളേജ് കുറ്റക്കാരനാണ്. ഈ രജിസ്റ്റർ ചെയ്ത് പാവപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന മുതൽ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതി തന്ന ആ രജിസ്ട്രാർ കുറ്റക്കാരനാണ്. ആയതുകൊണ്ട് തന്നെ ഫാറൂഖ് കോളേജിനെതിരെ, നിങ്ങളെ ഈ പറയപ്പെടുന്ന ചതിയിൽപ്പെടുത്തിയ ഫാറൂഖ് കോളേജിനെതിരെ നിങ്ങൾ നിയമ നടപടിക്ക് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, റോയ്, നാട്ടുകാരൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ തൊട്ടു മുമ്പിൽ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞതുപോലെ ദീർഘകാലത്തെ അധിനിവേശം എന്ന വാക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ നൊന്തു എന്ന് തോന്നുന്നു. അപ്പോൾ 75 വർഷമായിട്ട് ഇതിൻ്റെ ഇരകളാക്കപ്പെട്ട ഞങ്ങൾക്ക് നോവും എന്നുള്ളത് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ സർ. ഈ ഭൂമി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ടെക്നിക്കാലിറ്റീസിൽ വെച്ച് അളന്നു തൂക്കി മെച്ചപ്പെടുത്തി തരാനുള്ളതല്ല. താങ്കൾ മുൻപിൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് മതേതര രാജ്യത്തിലെ നിയമങ്ങൾക്ക് അനുസരിച്ചാണ്. താങ്കൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഫാറൂഖ് കോളേജിനെ കുറിച്ചും അതുവഴി പോളിനെ കുറിച്ചും അതിനുശേഷം രജിസ്റ്റർ ചെയ്ത നിയമങ്ങളെക്കുറിച്ച്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമാണ്, കോടതി വിധികളനുസരിച്ച് അവർക്ക് ഇപ്പോഴും അവകാശവാദം ഇല്ലാത്ത ഒരു കാര്യത്തിൽ നിന്നുമാണ് ഇത് ഗിഫ്റ്റ് ഡീഡായി അവർക്ക് കിട്ടിയതിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയെന്നുള്ളത് ഹൃദയവിശാലതയുള്ള, നിയമമറിയുന്ന, നിയമത്തിനെ ഒരു കണ്ണിലൂടെ മാത്രം കാണാത്ത ഏതൊരു മനുഷ്യനും മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ തൊട്ടുമുമ്പ് താങ്കൾ വേറൊരു വാക്യം പറഞ്ഞു, ഇവിടെ വർഗീയതയില്ലെന്ന്. ഇതുവരെ 40 ദിവസമായി ഇവിടെ സമരം നടക്കുന്നു. 75 വർഷമായി ഞങ്ങൾ ഈ കേസ് നടത്തുന്നു, അല്ലെങ്കിൽ 75 വർഷമായി ഇതിൻ്റെ ആധാരമായ വഖഫ് ആധാരത്തിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നു. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ സർ. കഴിഞ്ഞ നവംബർ 14 ഇവിടെ ശിശുദിനമുണ്ടായിരുന്നു. ഞങ്ങളുടെ 3, 4, 5 വയസ്സുള്ള കുട്ടികൾ അന്ന് പ്ലക്കാർഡുമായി ഞങ്ങളുടെ സമരപന്തലിലെത്തിയിരുന്നു. അവരുടെ മുദ്രാവാക്യം ഇതായിരുന്നു: ഞങ്ങളെ ഇവിടെ നിന്ന് കുടിയിറക്കരുത്, ഞങ്ങളുടെ കളിസ്ഥലം ഉപേക്ഷിക്കരുത്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ തലമുറയ്ക്ക് മുമ്പ് 2 തലമുറ തുടങ്ങിയ കേസാണ്. എന്നാണ് ഞങ്ങൾ ഈ അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെടുക? കേരള മനസാക്ഷിയുടെ മുമ്പിൽ ഞങ്ങൾ വെക്കുന്ന ചോദ്യം, കേരള ഭരണകൂടത്തിന് മുമ്പിൽ ഞങ്ങൾ വെക്കുന്ന ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. 98 മനുഷ്യർ മരിച്ചു വീണ ഒരു പ്രദേശമുണ്ട് അപ്പുറത്ത്. ഈ പുലിമുട്ട് വരുന്നതിന് മുമ്പ് മണൽത്തിട്ടയിൽ കുരുങ്ങി മരിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾ അടക്കം അധ്വാനിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ വാങ്ങി, ഇന്ത്യയിലെ നിയമമനുസരിച്ച് വാങ്ങിയ ഈ ഭൂമിയിൽ നിന്നും കുടിയിറക്കില്ല എന്നൊരു മോഹന വാഗ്ദാനം ഉണ്ട്. കുടിയിറക്കാൻ അന്ന് ഫാറൂഖ് കോളേജുമായിട്ട് വന്നിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല സാർ, ഇനിയും സാധിക്കില്ല. അന്ന് ഞങ്ങൾക്ക് യാതൊരു ടൈറ്റിലും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് ഇന്ത്യയിലെ നിയമമനുസരിച്ച് ഞങ്ങൾക്ക് എഴുതപ്പെട്ട ഈ ആധാരത്തിൻ്റെ ബലം ഞങ്ങൾക്കുണ്ട്. ഇവിടുന്ന് കുടിയിറക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരേ ഒരു ആവശ്യമുള്ളൂ, ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ, ഈ സർക്കാരിൻ്റെ മുമ്പിൽ നാളെ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. 2022 വരെ എങ്ങനെയാണോ ഞങ്ങൾ ഈ ഭൂമി ഈ ഇന്ത്യയിലെ നിയമമനുസരിച്ച് അനുഭവിച്ചിരുന്നവോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അതിന് വഖഫ് ബോർഡാണോ ഗവൺമെൻറ്റാണോ തീരുമാനമെടുക്കുന്ന ആർക്കും എടുക്കാം. ഞങ്ങളുടെ ഈ അഭ്യർത്ഥന കേരള സമൂഹത്തിലെ ഏതൊരു മനുഷ്യനും, ഇവിടെ ഹൃദയാലുതുള്ള ഏതൊരു മനുഷ്യനും അംഗീകരിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കുന്നു. നന്ദി. യെസ് റോയ്, ഒറ്റ കാര്യം കൂടെ. സമരസമിതി നേതാക്കന്മാർ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു അല്ലേ, ഒരു 2 ആഴ്ച മുമ്പ് ഇവിടെ എറണാകുളത്ത് വെച്ചിട്ട്. അന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ? ഈ പ്രശ്നം 22-ാം തീയതി പരിഹരിക്കുന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല. ഞാൻ ഇവരെ പോലെ തന്നെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഇവിടുത്തെ ഒരു നിവാസി മാത്രമാണ്. അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഭൂസംരക്ഷണ സമിതിയും അതിനോട് ബന്ധപ്പെട്ട ആളുകളാണ്. എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ പോകുന്നില്ല. മുനമ്പം ജനസഭ തുടരുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി പ്രേക്ഷകരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മുനമ്പത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ ശ്രീ മുജീബ് റഹ്മാൻ പറഞ്ഞതിനോടുള്ള ചില വിയോജിപ്പ് അത് പറയാൻ അനുവദിക്കണമെന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് അറിയിച്ചിട്ടുണ്ട്. ശങ്കു, പെട്ടെന്ന് നോക്കൂ, അദ്ദേഹം കഴിഞ്ഞ ഊഴത്തിൽ അദ്ദേഹം ചില രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ അതിന് വളരെ വേഗത്തിൽ മറുപടി പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതാണ് അദ്ദേഹം എടുത്തു കാണിച്ചിട്ടുള്ള വഖഫ് ആധാരം എന്ന് പറയുന്ന സിദ്ദിഖ് സൈറ്റ് ഫാറൂഖ് കോളേജിന് എഴുതി കൊടുക്കുന്ന ആധാരം.
ഇവിടെ അദ്ദേഹത്തോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ആധാരത്തിൻ്റെ 3-ാമത്തെ പേജിൽ സിദ്ദിഖ് സൈറ്റ് പറയുന്ന ഒരു കാര്യം, എന്നാൽ ഇതിൽപ്പെട്ട വകകളും ഇതിൽ നിന്നുള്ള ആദായവും പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതല്ലാത്ത മറ്റ് യാതൊരു ആവശ്യത്തിനും ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുവകകൾ ശേഷിക്കുകയും ചെയ്താൽ ഇതിൽപ്പെട്ട പട്ടികവകകൾ മടക്കിയെടുക്കുവാൻ എനിക്കും എൻ്റെ പിന്തുടർച്ചാവകാശികൾക്കും അവകാശവും അധികാരവും ഉണ്ടായിരിക്കുന്നതാകുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇസ്ലാമിക നിയമപ്രകാരം ഇങ്ങനെ ഒരു വഖഫ് ആധാരത്തിൽ എഴുതാൻ സാധിക്കുമോ? അങ്ങനെ എഴുതിയാൽ അത് വഖഫാണോ? ഇസ്ലാമിക നിയമപ്രകാരം ഞാനൊരു പണ്ഡിതനൊന്നുമല്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി പഠിച്ചിട്ടുള്ള അതല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയതും ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിക നിയമപ്രകാരം ഒരു വ്യക്തി, ഉദാഹരണത്തിന് ഞാൻ തന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ അംശം കൊണ്ട് ഞാൻ സമ്പാദിച്ച ഒരു വസ്തു ജഗന്നിയന്താവായ നാഥൻ്റെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ആധാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ ജഗന്നിയന്താവായ നാഥൻ്റെ തൃപ്തിക്ക് വേണ്ടി എനിക്കുള്ള 2 സെന്റ് സ്ഥലം ഞാൻ ഇന്ന സ്ഥാപനത്തിന്, ഇന്ന പള്ളിക്ക്, ഇന്ന മദ്രസക്ക് വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ പറയലിലൂടെ തന്നെ അത് വഖഫായി. അങ്ങയോടുള്ള ചോദ്യം കംപ്ലീറ്റ് ചെയ്തില്ല. തുടങ്ങിയുള്ളൂ പറയാം. വഖഫ് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായി, ഞാൻ പറഞ്ഞു അതിലേക്ക് വരികയാണല്ലോ. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് സിദ്ദിഖ് സെട്ട് ഫാറൂഖ് കോളേജിന് എഴുതി കൊടുത്ത 1950 ആ ആധാരത്തിൽ ഫാറൂഖ് കോളേജ് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇല്ലാതാകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതെൻ്റെ മക്കളിലേക്ക് മടങ്ങും എന്നുള്ള ഒരു ക്രോസ് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതോടുകൂടി അത് വഖഫാകും. ഇതിലെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്, അതിനിടക്ക് മറ്റൊരു കാര്യം, ഈ ക്രയവിക്രയം എപ്പോഴും നമ്മുടെ ചാനൽ ചർച്ചകളിലുമൊക്കെ അതല്ലെങ്കിൽ സമരസമിതിയുടെ അവസ്ഥ അവിടെ നിന്നൊക്കെ കേൾക്കാറുള്ളത്, ഇത് ക്രയവിക്രയ അവകാശത്തോടു കൂടിയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള വാദങ്ങളൊക്കെ. അങ്ങനെ ക്രയവിക്രയ അവകാശത്തോടുകൂടി അങ്ങനെ വിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹം കൊടുത്തിരുന്നത് എങ്കിൽ ആ 3-ാമത്തെ ക്ലോസിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അതിൽ പറഞ്ഞിട്ടുള്ളത് ഫാറൂഖ് കോളേജ് ഇല്ലാതാകുന്ന സാഹചര്യം വന്നാൽ അത് എൻ്റെ മക്കളിലേക്ക്, എൻ്റെ അനന്തരാവകാശികളിലേക്ക് മടങ്ങുമെന്ന് പറയുമ്പോൾ ആ 2-ാമത്തെ ക്ലോസിൽ പറഞ്ഞിട്ടുള്ള അത് ഏതെങ്കിലും ഘട്ടത്തിൽ വിൽപ്പന നടത്തിയാൽ, ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെ, ഈ വസ്തു ഈ പറയപ്പെടുന്ന പോൾ വക്കീലിനെ വൗറോഫറ്റ് മണി കൊടുത്ത് ഇങ്ങനെ വിൽപ്പന നടത്തുന്ന ഒരു അവസ്ഥ വന്നാൽ 3-ാമത്തെ ആ ക്ലോസ് നടപടിയാകില്ല. കാരണം അദ്ദേഹത്തിന്റെ മക്കളിലേക്ക് അത് മടങ്ങില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഭൂമി ആ കോളേജിനും അദ്ദേഹം കൊടുക്കപ്പെടുന്ന ആ ഭൂമി ഉപയോഗപ്പെടണമെന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുള്ളത്. വഖഫ് ചെയ്തു എന്നൊരു വ്യക്തി പറഞ്ഞാൽ അത് ഇസ്ലാമിക നിയമപ്രകാരം കൃത്യമായ രീതിയിൽ അത് വഖഫായി. പിന്നെ അതിൻ്റെ പിന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഖവിലെടുത്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതില്ല. അങ്ങനെ ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഞാൻ അതിലേക്ക് തന്നെ വരേണ്ടതുണ്ടെങ്കിൽ അത് ഇവിടെ ബോധ്യപ്പെടുത്തേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്നുള്ള വിഷയത്തിലാണല്ലോ ഇവിടുത്തെ കോടതികൾ കേസ് നടന്നിട്ടുള്ളത്. ഈ പറയപ്പെടുന്ന പറവൂർ കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും അവിടെ കേസ് നടന്നിട്ടുള്ളത് ഈ ഭൂമി വഖഫ് ഭൂമിയാണോ വഖഫ് ഭൂമി അല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള വാദങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ കോടതിയുടെ മുന്നിൽ വളരെ കൃത്യമായ രീതിയിൽ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ തന്നിട്ടുള്ള അതിന്റെ കൂടെയുള്ള രേഖയിൽ ഈ പറയപ്പെടുന്ന പറവൂർ കോടതിയുടെ രേഖയുണ്ട്. അതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഹൈക്കോടതിയുടെ ഉണ്ട്. ആ ഹൈക്കോടതിയും പറവൂർ കോടതിയും വളരെ കൃത്യമായ രീതിയിൽ അത് വഖഫ് ഭൂമിയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും ആ കോടതി പറഞ്ഞിട്ടുള്ളത് കൃത്യമായ രീതിയിലല്ല എങ്കിൽ ഇവിടെ കോടതികളെ തന്നെ സമീപിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അനീതിയുടെ വിധിയാണ്. ഇവിടെ വഖഫല്ലാത്ത ഒരു ഭൂമിയെ കോടതി വഖഫാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ തന്നെ സമീപിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞു വഖഫ് ട്രൈബ്യൂണലാണ്, മറ്റൊരു കോടതിയെ സമീപിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഈ വിഷയത്തിൽ ഏറ്റവും അന്തിമമായി വന്നിട്ടുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. ആ കേരള ഹൈക്കോടതി അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട് അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത്. ട്രൈബ്യൂണലിന് മുമ്പിലല്ലേ പോകാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് കോടതിയിലോട്ട് പോകാം. ഹൈക്കോടതിയിൽ പോകാമല്ലോ, ഹൈക്കോടതിയിൽ അവരുടെ വാദം ഉന്നയിക്കാമല്ലോ. നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ചോദ്യത്തിന് വളരെ ചുറ്റി വളഞ്ഞ് സുദീർഘമായിട്ടുള്ള ഉത്തരം അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് ദൈക്ഷണികമായിട്ടുള്ള സത്യസന്ധത ഉണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ട ഒരു കാര്യം, ഇസ്ലാമിക നിയമപ്രകാരം വഖഫ് അങ്ങനെ ഒരു കണ്ടീഷനോട് കൂടി കൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നാണ് നിയമത്തിലെ പ്രിൻസിപ്പിൾ. ഈ വഖഫ്
എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കൺഫൈൻമെൻ്റ് ആണ്. ഈ പറയുന്ന സിദ്ദിഖ് സേട്ട് അല്ലെങ്കിൽ സത്താർ സേട്ട് കച്ചി മേമൻ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. കച്ചി മേമന്മാരെന്ന് പറഞ്ഞാൽ ഹനഫി സ്കൂൾ ഓഫ് ഇസ്ലാം പിന്തുടരുന്ന ആൾക്കാരാണ്. ഹനഫി സ്കൂൾ എങ്ങനെയാണ് വഖഫിനെ ഡിഫൈൻ ചെയ്യുന്നത്? അത് പറയുന്നത് എന്താണ്? വൺസ് എ വഖഫ് ഹാസ് വെർബലി ഓർ ഇൻ റൈറ്റിംഗ് ഡിക്ലെയർഡ് എ വഖഫ് പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് ലീഗലി കൺസിഡർഡ് ദ പ്രോപ്പർട്ടി ഓഫ് അല്ലാഹ് ആൻഡ് മസ്റ്റ് ബി യൂസ്ഡ് ടു ഫുൾഫിൽ പബ്ലിക് ഫാമിലി നീഡ്സ് ആസ് ചാരിറ്റബിൾ സോഷ്യൽ സർവീസ്. അതായത് ഒരിക്കൽ നിങ്ങൾ ഒരു ഭൂമി വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയായി പരിഗണിക്കുകയും അത് പിന്നീട് തിരിച്ചെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമെന്നാണ് ഹനഫി സ്കൂൾ ഓഫ് ഇസ്ലാം പറയുന്നത്. ആ സ്കൂളിൻ്റെ വക്താവായിട്ടുള്ള ആളാണ് കച്ചി മേമൻ വിഭാഗക്കാരനായിട്ടുള്ള ഈ സേട്ട്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ ഭൂമി ഞാൻ തിരിച്ചെടുക്കും, എൻ്റെ അനന്തര തലമുറയ്ക്ക് മടങ്ങി വരുമെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമുള്ള ഒരു കൈമാറ്റമായിരുന്നു എന്നും പെർമനൻ്റ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ എന്ന രീതിയിൽ വഖഫ് നടത്താൻ അദ്ദേഹത്തിന് ഉദ്ദേശമില്ലായിരുന്നു എന്നും വരും. അതുകൊണ്ട് ആധാരം തന്നെ അസാധുവാണ്. രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞത് പറവൂർ കോടതിയിലെ ഈ പറയുന്ന വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് 1961 തന്നെ പറവൂർ കോടതിയിൽ കേസും വിധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കോടതിയുടെ രേഖ തന്നെ എടുക്കുന്നത് 1967. നോക്കൂ, ഈ കേസ് എന്താണ്? ഇതൊരു ഇൻജങ്ഷൻ സ്യൂട്ടാണ്, അല്ലാണ്ട് ഇത് ടൈറ്റിൽ ഡിസൈഡ് ചെയ്യാനുള്ള സൂട്ടല്ല. ഈ ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതല്ല പറവൂർ കോടതി പരിശോധിച്ചിട്ടുള്ള വിഷയം. പറവൂർ കോടതിയിൽ കേസ് കൊടുക്കുന്ന ഫാറൂഖ് കോളേജാണ്. ഫാറൂഖ് കോളേജിൻ്റെ ആവശ്യം എന്താണ്? ഇതിലെ എതിർഭാഗമായിട്ടുള്ള ആൾക്കാർ അനധികൃതമായിട്ട് ഈ ഭൂമി കയ്യേറി താമസിക്കുന്നുവെന്നും അവരെ ഒഴിപ്പിച്ച് കിട്ടണമെന്നും അവരെ എവിക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതിനുവേണ്ടി കൊടുത്തിട്ടുള്ള സ്യൂട്ടിൽ പ്ലെയിൻറ്റിഫ് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി, ഇതിൻ്റെ ഡിഫൻഡൻസ് ആരൊക്കെയാണ്? യാക്കൂബ് സൺ ഓഫ് ഔസേപ്പ്, സീമൻ സൺ ഓഫ് ജോസഫ്, ലൂസി, മാർക്കോസ്, പത്രക്കുട്ടി, ചീക്കുട്ടി, ജോർജ്, ജോണ്, ഇങ്ങനെ ഇത്രയും ഡിഫൻഡൻസ് ഉണ്ട്. ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ചോദ്യം, ഈ കേസിൽ എവിടെയാണ് വഖഫ് ബോർഡ് കക്ഷിയായിട്ടുള്ളത്? ഈ വഖഫ് ഭൂമിയാണ് എന്നാണ് കണ്ടൻഷൻ ഉള്ളതെങ്കിൽ വഖഫ് നിയമത്തിലെ സെക്ഷൻ 90 പറയുന്നു, വഖഫ് നിയമത്തിലെ സെക്ഷൻ 90 പറയുന്നു വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസിലും വഖഫ് ബോർഡ് ഒരു നിർബന്ധിത കക്ഷിയായിരിക്കണം. വഖഫ് ബോർഡിനെ കേൾക്കാതെ ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ സാധിക്കില്ല. ഫാറൂഖ് കോളേജിനും ജോണിനും ദേവസിക്കും ലൂസിക്കുട്ടിക്കും കൂടിയിട്ട് ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്നൊരു നിയമവ്യവഹാരം നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ കേസിൽ വഖഫ് ബോർഡ് കക്ഷിയല്ല എന്ന് തന്നെ ഇത് വഖഫാണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു കേസായിരുന്നില്ല ഇത് ഈ ഭൂമിയിൽ നിന്ന് എവിക്ഷന് വേണ്ടി കൊടുത്തിട്ടുള്ള ഇൻജങ്ഷൻ സ്യൂട്ടായിരുന്നു എന്നത് വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ കോടതി വിധി പറഞ്ഞത് എന്താണ്? ഈ ഭൂമി വഖഫ് ഭൂമിയാണതുകൊണ്ട് വഖഫ് ബോർഡ് ഏറ്റെടുക്കണമെന്നാണോ? അല്ല, ഈ കേസിൽ കോടതി വിധി പറഞ്ഞത് ഇത് ഫാറൂഖ് കോളേജിൽ കിട്ടിയിട്ടുള്ള ആധാരപ്രകാരം കിട്ടിയിട്ടുള്ള ഭൂമിയാണ്, അതുകൊണ്ട് ഫാറൂഖ് കോളേജിൽ ആ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കാമെന്നാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോൾ ഫാറൂഖ് കോളേജിൻ്റെ അവകാശം അനുവദിച്ചു. പക്ഷേ കേസ് റിമാൻഡ് ചെയ്തിട്ട് ടൈറ്റിൽ ഡിസൈഡ് ചെയ്യാൻ വീണ്ടും പറവൂർ കോടതിക്ക് വന്നു. 1976 വീണ്ടും പറവൂർ കോടതിയിൽ കേസുണ്ടായി. ഈ കേസ് 1990 വരെ നീണ്ടുപോയ ഘട്ടത്തിൽ 1989 കോടതിക്ക് പുറത്തു വെച്ച് ഫാറൂഖ് കോളേജുകാരും ഇതിൽ എതിർകക്ഷികളും തമ്മിലൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. സെറ്റിൽമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി കാശ് കൊടുത്ത് വിൽക്കാൻ ഫാറൂഖ് കോളേജ് തീരുമാനിച്ചു. അങ്ങനെ 33 ലക്ഷം രൂപ മേടിച്ചിട്ട് ഈ ഭൂമി ഇവർക്ക് ഫാറൂഖ് കോളേജ് വിറ്റു. അതായത് ഹൈക്കോടതിയും ഈ പറവൂർ കോടതിയും ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥനാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഫാറൂഖ് കോളേജ് ഭൂമി കാശിന് വിറ്റു. കാശിന് മേടിച്ചിട്ടുള്ള ആൾക്കാർ കരോടച്ച് അവിടെ ജീവിക്കുന്നു. ഇതിന്റെ ഇടയിൽ എവിടുന്ന 2009 വഖഫ് ബോർഡ് വന്നത്? വഖഫ് ബോർഡ് ഈ കേസിലൊന്നും കക്ഷി പോലും ആയിരുന്നില്ലല്ലോ. അതിന് ഒരു പെട്ടെന്നൊരു മറുപടി, അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് ഞാനിങ്ങനെ വളഞ്ഞ വഴിയിലൂടെ മറുപടി പറയുന്നു എന്നുള്ളത്. അദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ ഈ വിഷയത്തിൽ വളഞ്ഞ വഴിയിലൂടെ മറുപടി പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറയാം, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം? ഇപ്പോ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഈ പ്രദേശത്ത്, അതിലേക്ക് തന്നെ വരുന്നത്, ഈ പ്രദേശത്ത് നിങ്ങൾക്ക് കരമടക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ വസ്തുവിൽ, നിങ്ങളുടെ ഭവനം നിൽക്കുന്ന വസ്തുവിൽ നിങ്ങൾക്ക് കരമടക്കാൻ കഴിയുന്നില്ല. ആ കരമടക്കാൻ നിങ്ങൾക്കുള്ള തടസ്സം എന്താണ്? സംസ്ഥാന ഗവൺമെന്റ് ആണോ? ഞാൻ പറയാം തടസ്സം എന്താണെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി കഴിഞ്ഞ 2022 1950-യോ അതല്ലെങ്കിൽ 61-ൻ്റെയോ 75-ൻ്റെയോ കഥയല്ല, ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇടപെടലാണ്. അങ്ങനെ ഒരു ഇടപെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റായി ഇവിടെ മത്സരിച്ചിരുന്ന നിങ്ങളുടെ MLA സഖാവ് ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ആ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹാരമുണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സമരം ചെയ്യുന്ന സമരസമിതിയുടെ നേതാക്കളായിരുന്നു എന്ന് എനിക്കറിയില്ല ഈ പ്രദേശവാസികളും അതേപോലെ തന്നെ ജില്ലാ കളക്ടർ, വഖഫ് മന്ത്രി അബ്ദുറഹ്മാൻ സാഹിബ്, അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന TK ഹംസ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുകയുണ്ടായി.
ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ കരമടക്കാനുള്ള അനുമതി സംസ്ഥാന ഗവൺമെന്റ്, അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പഴയ ഗവൺമെന്റ് അല്ല, ഇപ്പോൾ വന്ന രണ്ടാമത്തെ ഗവൺമെന്റ് ഈ പ്രദേശവാസികളായിട്ടുള്ള പാവപ്പെട്ടവർക്കും ഈ പറഞ്ഞ റിസോർട്ടുകാർക്കും ഭൂമിയിൽ കരമടക്കാനുള്ള അനുമതി കൊടുത്തു. 404 ഏക്കറിൽ കരമടക്കാനുള്ള എല്ലാവർക്കും അനുമതി കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വ്യക്തി, വാഴക്കാലക്കാരനായിട്ടുള്ള സലാം പട്ടാളം എന്ന് പറയുന്ന വഖഫ് സംരക്ഷണ വേദിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആ വ്യക്തി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ഇത് വഖഫ് ഭൂമിയാണ്. ഇത് 1967-ലും 71-ലും 75-ലും ഒക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായി ഇതാ രേഖകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ രേഖകൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ സമർപ്പിക്കുകയും കോടതി ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്തെ ഒരു വ്യക്തി കൊടുത്ത ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുക്കപ്പെട്ട ആ തീരുമാനത്തെ റദ്ദ് ചെയ്യുകയാണ്. അടിവരയിട്ട് ഞാൻ പറയുന്നു, ഈ വിഷയത്തിൽ കോടതിയുടെ മുന്നിൽ വരുന്ന രേഖകൾ പരിശോധിച്ച് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതിന് പരിഹാരം എന്താണ്? അങ്ങനെ ഒരു കോടതി ഒരു തീരുമാനം എടുത്താൽ ഞാനിതിലേക്ക് വരുന്നത് കോടതി മാത്രമല്ല, കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം പെട്ടെന്ന് നടപടി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞു. ആര് തെറ്റിദ്ധരിപ്പിച്ചു കോടതിയെ? ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? രേഖകൾ സമർപ്പിച്ചവർക്ക്. രേഖകൾ സമർപ്പിച്ചവരെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള ഒരു കോടതിയാണോ കേരള ഹൈക്കോടതി? അല്ല, അത് വാഴക്കാലക്കാരനായിട്ടുള്ള സെക്കൻഡ് നമ്മുടെ ആങ്കർ പറയുമ്പോൾ ഈ സംസാരിക്കുന്നത് നമ്മുടെ ഹൈക്കോടതിയെ കുറിച്ചാണ്, ഏതെങ്കിലും വ്യക്തിയെ കുറിച്ചല്ല. കുഴപ്പമില്ല, സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ചുമല്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ കോടതിയെ ഒരു വ്യക്തി ചെന്നിട്ട് അങ്ങ് തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട കോടതി ആ വ്യക്തിയുടെ ഞാൻ പറഞ്ഞേക്കട്ടെ, ഞാനൊരു കാര്യം പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിലവിലുള്ള അവസ്ഥയിൽ ഒരു പ്രശ്നം മനസ്സിലാക്കണമല്ലോ. ആ വ്യക്തി നിലവിൽ കോടതിയെ സമീപിച്ചപ്പോൾ നേരത്തെ ആങ്കർ പറഞ്ഞു കോടതി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. എങ്ങനെ? വാഴക്കാലക്കാരനായിട്ടുള്ള സലാം എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഹർജി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അങ്ങ് തെറ്റിദ്ധരിച്ചിട്ട് ഈ ഫയലുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ കരമടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞെങ്കിൽ കോടതി അത്രമാത്രം നിലവാരമില്ലാത്ത അവസ്ഥയിലാണോ നമ്മുടെ ഹൈക്കോടതി ഉള്ളത്? കോടതി തെറ്റിദ്ധരിക്കപ്പെടാമല്ലോ. അങ്ങനെ കോടതി തെറ്റിദ്ധരിച്ചു, ഞാൻ സമ്മതിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വാഴക്കാലക്കാരനായിട്ടുള്ള ഒരു വ്യക്തി കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിച്ചു. കോടതി ഇതിന്റെ ഫയലോ നേരത്തെ നടന്ന പറവൂർ കോടതിയുടെയോ ആ ഹൈക്കോടതിയുടെ തന്നെ വിധി ഒന്നും പരിശോധിച്ചിട്ടില്ല. കോടതി തെറ്റിദ്ധരിച്ചു. നമ്മുടെ രാജ്യത്ത് ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ സംസാരിച്ചപ്പോൾ ആങ്കർ പറഞ്ഞു അങ്ങനെ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യപ്പെടുന്ന ആളുകൾ സുപ്രീം കോടതിയിൽ പോകണമെന്നാണോ താങ്കൾ പറയുന്നത്? നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിലേക്ക് നേരെ വരുന്ന വിഷയം, ഇതിലെ മുസ്ലിം സമുദായത്തെ, ഞാൻ സമരസമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാനസികമായിട്ടുള്ള പ്രയാസമുണ്ടാകുന്നത് ഈ വിഷയത്തിൽ ഒരു രീതിയിലുമുള്ള കക്ഷിയല്ലാത്ത മുസ്ലിം സമുദായത്തെയും വഖഫ് നിയമങ്ങളെയും പച്ചയായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരിക്കലും മുസ്ലിം സമുദായമോ മുസ്ലിം സംഘടനകളോ ഇതിൽ കുറ്റക്കാരല്ല. നിങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഒരു മുസ്ലിം സമുദായ അംഗമോ ഒരു മുസ്ലിം സംഘടനയോ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടലാണ്. അതിനെ നിയമപരമായി തന്നെ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. ഇപ്പോൾ നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് മന്ത്രിയും ബാക്കി റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇരുന്ന് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ലേ? നമ്മൾ ഈ ചർച്ചയിൽ എന്താ പറയുന്നത്? ഇദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഇവരാരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടായതെന്നുള്ളതാണ്. അങ്ങനെയല്ല ഇതിന്റെ സത്യം. അങ്ങ് കുറെ കൂടി ദൈക്ഷണികമായിട്ടുള്ള സത്യസന്ധത കാണിക്കണം. അങ്ങ് വഖഫ് സംരക്ഷണ സമിതിയുടെ ചുമതലയിലുള്ള ആളല്ലേ? വഖഫ് സംരക്ഷണ സമിതിയല്ലേ ഹൈക്കോടതിയെ സമീപിച്ചത്? ഞാൻ ഇതിന്റെ ചരിത്രം പറയാം. ഈ 1961 മുതൽ 1990 വരെയുള്ള ഒരു വ്യവഹാരത്തിലും, കോടതി വ്യവഹാരത്തിലും ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം കക്ഷിയല്ല. ഈ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലും വഖഫ് ബോർഡ് കക്ഷിയല്ല. വഖഫ് ബോർഡ് ഈ ചിത്രത്തിലേക്ക് വരുന്ന എപ്പോഴാണ്? 2005 നാസർ മലയിൽ എന്ന് പറയുന്ന മുൻ വഖഫ് ബോർഡ് അംഗവും ഇവർ കൂടി പ്രതിനിധാനം ചെയ്യുന്ന വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന കൂട്ടായ്മയുടെ അംഗവുമായിട്ടുള്ള നാസർ മലയിൽ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു.
കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എം എ നിസാർ അധ്യക്ഷനായിട്ടുള്ള മുൻ ഹൈക്കോടതി ജഡ്ജി എം എ നിസാർ അധ്യക്ഷനായിട്ട് 2007 VS അച്യുതാനന്ദൻ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ കേരളത്തിലെ വഖഫ് ഭൂമി വല്ലതും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് പഠിച്ചു. ആ പഠിച്ചതിൽ കേരളത്തിൽ 600 ഏക്കർ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂമി കാണിച്ചത് മുനമ്പത്തെ ഭൂമിയാണ്, 400 ഏക്കർ. പക്ഷെ ആ റിപ്പോർട്ടിൽ ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് എം എ നിസാർ കമ്മിറ്റി പറയുന്നില്ല. ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്നൊരു ക്ലെയിം ഉന്നയിക്കാൻ സാധിക്കും, വേണമെങ്കിൽ അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കാൻ സാധിക്കും എന്നുള്ള സൂചനയാണ് എം എ നിസാർ കമ്മിറ്റി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ 2009 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്താണ്? അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള വഖഫ് ഭൂമി തിരിച്ചു പിടിക്കണമെന്ന്. 2015 ഇവർ വീണ്ടും ഈ നാസർ മലയിൽ തന്നെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. അന്നത്തെ സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല, അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള വഖഫ് ഭൂമി തിരിച്ചു പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നാസർ മലയിൽ ഹൈക്കോടതിയിൽ പോയി. 2016 ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ ഉത്തരവ് പാലിക്കപ്പെടണം. സർക്കാർ 2009 പുറപ്പെടുവിച്ചുള്ള ഉത്തരവ് പാലിക്കണം, വഖഫ് ഭൂമി തിരിച്ചു പിടിക്കണം. അല്ലാണ്ട് ഹൈക്കോടതിയിൽ രണ്ട് പക്ഷവും കേട്ടതിന് ശേഷമല്ല, ഓൾറെഡി നിലനിൽക്കുന്ന ഒരു സർക്കാർ ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് പറഞ്ഞ് ഇവർ തന്നെ ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയെ കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 2019 വഖഫ് ബോർഡ് ഭൂമി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തു. വഖഫ് നിയമത്തിലെ സെക്ഷൻ 41 പ്രകാരം വഖഫ് ബോർഡിന് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യാൻ ആ വ്യക്തിയെ കേൾക്കേണ്ട ആവശ്യമില്ല. ട്രസ്റ്റുകളുടെയോ സൊസൈറ്റികളുടെയോ ഭൂമിയാണെങ്കിൽ മാത്രമേ നോട്ടീസ് അയക്കേണ്ട ആവശ്യമുള്ളൂ. 2019 വഖഫ് ബോർഡ് ഈ മുനമ്പത്തെ 400 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് കരമടയ്ക്കാൻ കഴിയാണ്ട് വന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇവർക്ക് ഇപ്പം എന്താ പ്രശ്നം, കരമടയ്ക്കാൻ പറ്റാതെ വന്നതല്ലേന്ന്. കരമടയ്ക്കാൻ പറ്റാതായത് എങ്ങനെയാ? നിങ്ങളുടെ വഖഫ് സംരക്ഷണ സമിതി മുനമ്പത്തെ ഭൂമി തിരിച്ചു പിടിക്കുന്നതുകൊണ്ട് വഖഫ് ബോർഡിന് പോലും കേസില്ലാതിരുന്ന സമയത്ത് നിരന്തരമായിട്ട് സർക്കാരിലേക്കും കോടതിയിലേക്കും പരാതി കൊടുത്തിട്ട് അവസാനം കോടതിയിൽ നിന്നൊരു ഉത്തരവ് മേടിച്ചിട്ട് അവസാനം വഖഫ് ബോർഡ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭൂമിയാണല്ലോ, ഇന്നിപ്പോൾ നമ്മളായിട്ട് രജിസ്റ്റർ ചെയ്യാണ്ടിരിക്കേണ്ടതെന്ന് വേണ്ടി 2019 സ്വന്തം രീതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടത്. ഇത് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ദൈക്ഷണികമായിട്ടുള്ള സത്യസന്ധതയെങ്കിലും കാണിക്കണം. നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ രാജഗോപാലിനെ കഥ അറിയോ? തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള രാജഗോപാൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തൻ്റെ പൂർവികർ കൈവശം വെച്ച് വരുന്ന കൃഷിഭൂമി തൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വിൽക്കാൻ വേണ്ടി പോയി. രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഈ ഭൂമി വിൽക്കാൻ പറ്റില്ല, ഭൂമി വിൽക്കണമെങ്കിൽ എന്ത് വേണം? വഖഫ് ബോർഡിന്റെ NOC വേണം. അദ്ദേഹം ആലോചിച്ചു എങ്ങനെയാണ് സംഭവിക്കുക? കാരണം ഇത് എത്രയോ തലമുറകളായിട്ട് തൻ്റെ പൂർവികർ അനുഭവിച്ചു വരുന്ന കൃഷിഭൂമിയാണ്. ഈ നാട്ടിൽ ഈ തിരുച്ചിന്തരൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു മുസ്ലിം പോലും ഇല്ല. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ഭരണാധിപത്യത്തിന് കീഴോ ജന്മത്വത്തിന് കീഴോ ഗ്രാമം വന്നിട്ടില്ല. ആ നാട്ടിൽ പോലും ഒരു മുസ്ലിം അപ്പം ജീവിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഇത് വഖഫ് ഭൂമിയായി? ഇദ്ദേഹം അന്വേഷിച്ചു പോയപ്പോൾ അയാളുടെ 1.5 ഏക്കർ ഭൂമി മാത്രമല്ല, തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണ് എന്നാണ് വഖഫ് ബോർഡ് അവകാശപ്പെടുന്നത്. തിരുച്ചെന്തുരൈ മാത്രമല്ല, തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ജില്ലയിലെ 18 ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് വഖഫ് ഭൂമിയാണ്. തമാശ കേൾക്കണം, ഈ തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ രാജേന്ദ്ര ചോളന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മാനേന്ത്യവള്ളി ചന്ദ്രശേഖര സ്വാമി എന്ന് പറയുന്ന 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്. ഇസ്ലാം മതം ഉണ്ടായിട്ട് 1414 കൊല്ലമായിട്ടേ ഉള്ളൂ. അതിന് മുൻപേയുള്ള ക്ഷേത്രം വഖഫ് ഭൂമിയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ രാജ്യത്തെ എത്ര ഭൂമി അനധികൃതമായിട്ട് ഇവർ വഖഫ് ഭൂമിയാണെന്നുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പോലും കേൾക്കണ്ട. അത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, വഖഫിന് അങ്ങനെ ഏത് ഭൂമി വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ലെന്ന്. ദയവായി കേൾക്കണം. വഖഫ് നിയമത്തിലെ സെക്ഷൻ 40, ഡിസിഷൻ ഇഫ് എ പ്രോപ്പർട്ടി ഈസ് വഖഫ് ഓർ നോട്ട്, ദ ബോർഡ് മേ itself collect information regarding any property which it has reason to believe to be waqf property, and if any question arises whether a particular property is waqf or not, the board may after making such inquiry as it may deem fit decide the question. അതായത് ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നൊരു ചോദ്യം വന്നാൽ വഖഫ് ബോർഡിന് തന്നെ തനിക്ക് യുക്തമാണെന്ന് തോന്നുന്ന എന്തെങ്കിലും പരിശോധന നടത്തിയിട്ട് അതിൻ്റെ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാം, എന്ത് ഈ ഭൂമി വഖഫാണോ അല്ലയോ. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് വഖഫ് ഭൂമി അല്ലെന്ന് പിന്നെ അതിന്റെ ഉടമസ്ഥൻ തെളിയിക്കണം. സാധാരണഗതിയിൽ നിയമത്തിൽ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു ആരോപണം ഉന്നയിക്കുന്ന ആളെ തെളിയിക്കണം. നാളെ നിങ്ങളുടെ ഭൂമിയുടെ പോലെ ഞാൻ അവകാശം ഉന്നയിച്ചാൽ എനിക്ക് എങ്ങനെ അവകാശം വന്നു എന്ന് ഞാൻ തെളിയിക്കണം. വഖഫ് ബോർഡിന് അതിന്റെ ആവശ്യമില്ല. വഖഫ് ബോർഡ് ഏതെങ്കിലും ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഉടമസ്ഥ പോയി തെളിയിക്കണം, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് എന്റെ ഭൂമിയാണെന്ന്. അതിനുവേണ്ടി ഇയാൾ ഈ കോടതി മുഴുവൻ കയറി തിരക്കണം. പിന്നെ സിവിൽ കോടതികളെ സമീപിക്കാൻ അങ്ങ് പറഞ്ഞു, അതും തെറ്റാണ്. വഖഫ് നിയമത്തിലെ സെക്ഷൻ 85 ബാർ ഓഫ് ജുറിസ്ഡിക്ഷൻ ഓഫ് സിവിൽ കോർട്സ്, വഖഫുമായി ബന്ധപ്പെട്ടിട്ട വിഷയങ്ങളിൽ സിവിൽ കോടതികൾക്ക് ജുറിസ്ഡിക്ഷൻ ഇല്ല. അങ്ങനെയാണ് ഈ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ട്രിബ്യൂണലിൽ മാത്രം ശ്രമിക്കാം. റോയ്, പെട്ടെന്ന് എനിക്ക് ഇവരിലേക്ക് പോകണം. അദ്ദേഹം പറഞ്ഞു ഒരു മുസ്ലിം സഹോദരനും നമ്മളെ വീട്ടിൽ വന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. 1 വർഷം മുമ്പ് ചന്ദ്രികയിൽ വന്ന വാർത്തയാണ്, ഇതൊന്ന് വായിക്കാം. ചെറായിലെ വഖഫ് ഭൂമി സംരക്ഷിക്കണം മഹല്ല് കൂട്ടായ്മ. ഇത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹം ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ വായിച്ചിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ ചെറിയ കുട്ടികളെ
കഷായം കുടിപ്പിക്കാൻ വേണ്ടി പഞ്ചസാര തൊട്ട് കൊടുക്കൂല്ലേ, അതുപോലെ അങ്ങേപോലെ വളരെ പക്വമതിയായ ഒരാൾ വന്ന് ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പറയരുത്. ഒരെണ്ണം കൂടിയുണ്ട്, എൻ്റെ തൊട്ട് താഴെ മുസ്ലിം സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അതും വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് തരാം. അത് ചെറായി വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണം, അതും ഇവിടെയുണ്ട്. ഇദ്ദേഹം പറയുന്ന ഇവിടെ ഒരു മുസ്ലിം സഹോദരൻ വന്നില്ല. ശരിയാണ് സഹോദര, ഇവിടെയുള്ള ഞങ്ങളുടെ മതസൗഹാർദ്ദം തകർക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് താല്പര്യമില്ലെന്നേ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പറയുന്നത് ഇവിടെ മതസൗഹാർദ്ദം തകർന്നു എന്ന്. ഇവിടെ യാതൊരു മതസൗഹാർദ്ദത്തിന് പ്രശ്നമില്ല. ഞങ്ങളുടെ ഈ സമരം ഞങ്ങൾ നടത്തുന്ന ആ സമരപന്തലിന് മുമ്പിൽ താങ്കൾക്ക് അറിയുമെന്നറിയില്ല, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ദർശനങ്ങളാണ് ഞങ്ങൾ നയിക്കുന്നത്. പക്ഷേ ഒന്നോർത്തോ, ഭഗത് സിംഗും ഇന്ത്യൻ സമരചരിത്രത്തിൽ ഉണ്ടായിരുന്നെന്ന് ഓർത്തോ. അത് ഒരു താക്കീതായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം. ശ്രീ അനിത പേര് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ശ്രീ മുജീബ് പറയുന്നത് ഒരാൾ പോലും നിങ്ങളടുത്ത് നിങ്ങളുടെ ഭൂമി വഖഫ് ഭൂമിയാണെന്നുകൊണ്ട് തിരിച്ചു പിടിക്കാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് ചന്ദ്രികയിൽ വന്നതല്ല, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ നവംബർ 21 വന്നിട്ടുള്ള വാർത്തയാണ്. കേരള ഗവൺമെന്റ് ഷുഡ് റീക്ലെയിം വഖഫ് ലാൻഡ് സൈസ് പ്രൊട്ടക്ഷൻ പാനൽ. ആ കേരള വഖഫ് സംരക്ഷണ സമിതി നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിന്റെ ഫോട്ടോ അതിലുണ്ട്. ഈ ഫോട്ടോയിൽ ഇരിക്കുന്നത് ഈ മുജീബ് റഹ്മാനാണ്. ഈ ചർച്ചയിൽ നമ്മളോട് സംസാരിക്കുന്ന മുജീബ് റഹ്മാനാണ് വഖഫ് സംരക്ഷണ സമിതിക്ക് വേണ്ടി പത്രസമ്മേളനം നടത്തിയിട്ട് വഖഫ് ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറയാണ് ഞങ്ങൾ ആരും നിങ്ങളുടെ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. വീടുതോറും കയറി ഇറങ്ങി ആവശ്യപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ. യെസ് മുജീബ് റഹ്മാൻ, ഇങ്ങനെ ചർച്ച പോയാൽ ശരിയാവില്ല. ഇവർക്ക് പറയാനുണ്ട്, അവരതിനാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. യെസ്, മുനമ്പം ജനസഭ തുടരുകയാണ്. ഇപ്പം നേരത്തെ ശ്രീ മുജീബ് റഹ്മാൻ ഒരു കാര്യം പറഞ്ഞു, അതായത് നമ്മളിങ്ങനെ ജനസഭയൊക്കെ നടത്തി ഇവിടെ വർഗീയത ആളിക്കത്തിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഉള്ളത് എന്ന രീതിയിൽ അദ്ദേഹം അത് പരോക്ഷമായി അദ്ദേഹം പറഞ്ഞുപോയി. ഇവിടെ മുനമ്പം ജനത അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമത്തിൻ്റെ കർത്തവ്യമാണ്, ചുമതലയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം അതിൽ ഇവർക്ക് എന്ത്, മുനമ്പത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അത് അധികാരികളെ കൂടി അറിയിക്കാനാണ് ഇങ്ങനെ ജനസഭ സംഘടിപ്പിച്ചത്. ഇപ്പോൾ നോക്കൂ, സേവ് ഗാസ, അതുപോലെ സേവ് മണിപ്പൂർ, സേവ് ലക്ഷദ്വീപ്, അങ്ങനെ പല ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സേവ് മുനമ്പം എന്നൊരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് പൊതുസമൂഹത്തെ അറിയിക്കുക അല്ലെങ്കിൽ ലോകത്തെ അറിയിക്കുക. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള ജനസഭകൾ ഇവിടെ സംഘടിപ്പിക്കും. യെസ്, ആദ്യ ചോദ്യം എന്താണ് ചോദിക്കാനുള്ളത്? പറയും സാർ. എനിക്ക് ചോദ്യമല്ല ഉള്ളത്. ഓക്കെ, കുഴപ്പമില്ല. ഇദ്ദേഹം അറിയാത്ത കുറച്ച് രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അവർ കൊടുത്തിട്ടില്ലെന്നറിയില്ല. 16/11/2021 കേരള സംസ്ഥാന വഖഫ് ബോർഡ് എല്ലാ മഹലുകൾക്കും അയച്ചേക്കുന്ന ഒരു എഴുത്തുണ്ട്, ഒരു കോപ്പി അതുണ്ട്. അതിൽ 2 വ്യക്തികളെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. അതിലൊരാളാണ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ വാഴക്കലയിലുള്ള TD അബ്ദുൾ സലാമും ഒന്ന് നാസർ മനയിലും. ഇത് വായിക്കാനെനിക്ക് കുറച്ച് നേരം എടുക്കും. ഇതിൽ വഖഫ് ബോർഡ് ഇവരെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തേക്കണ ചതികളെക്കുറിച്ചാണ്. അതിൽ 1-2 കോടി രൂപയുടെ അഴിമതിയല്ല ഇവർ പറയുന്നത്. അതിൻ്റെ 2ാമത്തെ പേജിൽ വഖഫ് ബോർഡ് തന്നെ പറയുന്നുണ്ട്, കേരള സംസ്ഥാന വഖഫ് ബോർഡ് പറയുന്നുണ്ട് 500 കോടി രൂപയുടെ അഴിമതിയാണ് ഇതിൽ പറയുന്നത്. വഖഫ് ബോർഡ് ഈ 2 വ്യക്തികളെ കുറിച്ച് പറയുന്നത്. ഈ കാര്യം ഇദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. അതായത് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത് ഈ TD അബ്ദുൾ സലാമും നാസർ മനയിലും ഭൂലോക ഫ്രോഡ് എന്നാണ് പറയുന്നത്. വഖഫ് ബോർഡ് പ്രസിദ്ധീകരിച്ചേക്കണ ഇതാണ്. ക്രിമിനൽ കേസുകളിലും പ്രതിയാണെന്ന് തോന്നുന്നു അല്ലേ? അത് ഈ 2 പേരുടെയും വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അബ്ദുൾ സലാമിൻ്റെയും ഈ നാസർ മനയിലിൻ്റെയും 2 പേരുടെയും പേര് നമ്മളൊന്ന് പോയിട്ടൊന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്ക്. എത്ര കേസുകൾ ഇവർ കൈകാര്യം ചെയ്യേണ്ടത്, ഏതെല്ലാം തരം കേസുകളിലാണ് ഇവർ പെട്ടിരിക്കണേന്നൊന്നും ഒന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല. നമുക്കത് കണ്ടെടുത്താനുള്ളൂ. ഗൂഗിൾ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ കേരള പല കോടതികളിലായിട്ടുള്ള ഇവർക്കുള്ള കേസുകൾ. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് റിസോർട്ട് മാഫിയ. ആരാണ് സാർ ഇവിടുത്തെ റിസോർട്ട് മാഫിയ? സാർ ഇവിടെ റിസോർട്ടിനെ കുറിച്ച്, ഇത് 3.5 കിലോമീറ്റർ നീളമുള്ളൊരു കരയാണ്. ഈ 3.5 കിലോമീറ്ററിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. 114 ഏക്കറുണ്ട്. താങ്കൾ ആദ്യം കണ്ട റിസോർട്ട് ബ്ലൂ വാട്ടേഴ്സ് എന്ന് പറയുന്ന റിസോർട്ടാണ്, 2.25 ഏക്കറിലിരിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു റിസോർട്ട് പറയുന്നത് സീ ലഗൂണാണ്, 85 സെൻറ്റിലാണ് ഇരിക്കുന്നത്. അതിനുശേഷമുള്ള ഇത് 2 ബാർ ഹോട്ടൽസാണ്, റിസോർട്ടല്ല. റിസോർട്ട് ഈ പരിധിക്ക് പുറത്തുള്ള ക്ലബ് മഹീന്ദ്രയും ചെറായ് ബീച്ച് റിസോർട്ടുമാണ്. അവർ ഇതിന് പെട്ടിട്ടില്ല. അതിനുശേഷമുള്ളത് ഒരു ബിയർ ആൻഡ് വൈൻ പാർലറാണ്, ബേ വാച്ച് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളത് സർവീസ് വില്ലകളാണ്, 60ഓളം സർവീസ് വില്ലകൾ. അത് പ്രത്യേകം എഴുതണം, കേരള ടൂറിസം വകുപ്പ് കൊടുത്തിരിക്കുന്ന സർവീസ് വില്ലകളാണ്. ഈ സർവീസ് വില്ലകളിൽ
ഒരു 25 പുറത്തുള്ള ആൾക്കാർ നടത്തുന്നതാണ്. ബാക്കി 30 ഞങ്ങളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാക്കിയ പൈസയാണ്, അവർ നടത്തുന്നതാണ്. അത് മാഫിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, ഞങ്ങൾ മാഫിയാണ്. പിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട് സാറിന് സമിതി പറഞ്ഞു 138 കുടുംബങ്ങളുണ്ട്. നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഈ പള്ളി ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പള്ളി ആദ്യമായി ഇടവക തിരിഞ്ഞപ്പോൾ 640 കുടുംബങ്ങളുണ്ടായിരുന്നു. അതിൽ 240ഓളം കുടുംബങ്ങൾ വിട്ടുപോയി. ബാക്കിയുള്ള 410 ബാക്കി 200 ഹൈന്ദവ കുടുംബങ്ങളുമാണ് ഇപ്പം 600 ഉള്ളത്. അതായത് ഈ പ്രശ്നം തുടങ്ങുന്നത് 2022 താങ്കൾ ചോദിച്ചു ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയത്. ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണെന്ന് താങ്കൾക്കറിയാമോ? ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയതെന്ന് താങ്കൾക്ക് കാണിച്ചു തരാമോ? ആ രേഖ അവർ കാണിച്ച രേഖ ഏതാണെന്ന് അറിയാമോ? 1995 വഖഫ് നിയമപ്രകാരം ഉള്ളൊരു രേഖയെ കുറിച്ചാണ് അവർ കാണിച്ചത്. അതിൽ പ്രത്യേകം അവർ കാണിച്ച രേഖ ഏതാന്ന് പറഞ്ഞാൽ കരമടക്കാനായിട്ട് സർക്കാർ ഞങ്ങൾക്ക് തന്ന, അതായത് ഇംഗ്ലീഷിലുള്ളൊരു രേഖ ഞങ്ങൾക്ക് മലയാളത്തിൽ എഴുതി തന്ന് കരമടച്ചു. പക്ഷേ ഞങ്ങളുടെ ഇംഗ്ലീഷിലുള്ള രേഖ ഇല്ലീഗൽ സെറ്റിലേഴ്സ് സെറ്റിൽഡ് ഓൺ വഖഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അത് ആ രേഖയാണ് അവരവിടെ കാണിച്ചത്. അതിൽ മൂലം അത് ഈ കാണിച്ചത് ആരാണ്? ഈ 2 വ്യക്തികളാണ്. ഈ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ഈ നാസർ മനയിലും വഖഫ് ബോർഡ് ഫ്രോഡ്സർ എന്ന് വിളിക്കുന്ന 2 പേര്, അതായത് 500 കോടി രൂപയുടെ അഴിമതിപ്പെട്ടേക്കണ ഈ 2 പേരാണ് ഈ ഇതുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതി എന്നും പറഞ്ഞിട്ടുള്ളൊരു ഇത്രയും വഖഫ് ബോർഡ് സ്വയം പറയുന്നത് ഇവർ 2 പേരും ഫ്രോഡ്സ്റ്റേഴ്സ് ആണെന്ന് പറയുമ്പോൾ താങ്കൾക്ക് എന്താണ് അഭിപ്രായം? വഖഫ് ബോർഡ് കൊടുത്തിരിക്കുന്ന ഒരു നോട്ടീസാണ്. ഞാൻ ഈ ചർച്ചയിലേക്ക് എന്നെ ജനൻ TV വിളിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. ജനൻ TVയുടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഇവിടെ സംസാരിക്കുന്ന ഞാനല്ലാതെ മറ്റൊരാൾ ഈ പറയപ്പെടുന്ന വാദങ്ങൾ ഉന്നയിക്കുന്നവരില്ല. അത് ഇടതുവശത്ത് നിൽക്കുന്ന പ്രതിനിധിയായാലും വലതുവശത്ത് നിൽക്കുന്ന പ്രതിനിധികളായാലും എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രദേശവാസികളായാലും. എന്നിരുന്നാൽ പോലും ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയാണ്. അപ്പം അദ്ദേഹം ഈ പ്രദേശവാസിയല്ലേ? ഈ മഹീന്ദ്ര ക്ലബ് എന്ന് പറയുന്നത് ഇതിൽ പെട്ടിട്ടില്ല. ഈ 404 ഏക്കറിൽ മഹീന്ദ്ര ക്ലബ്ബ് പെട്ടിട്ടില്ല. ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ ഈ പ്രദേശത്തുള്ള സാധാരണക്കാരാണല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വഖഫ് ബോർഡിൽ നിന്ന് നിങ്ങൾ കുടിയൊഴിയണമെന്നോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? സ്വകാര്യ വ്യക്തികൾക്ക് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യം വഖഫ് ബോർഡിന് ഇല്ല. വഖഫ് നിയമപ്രകാരം പിന്നെ ആർക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്? ട്രസ്റ്റുകൾക്കോ സൊസൈറ്റികൾക്കോ മാത്രമേ കൊടുക്കേണ്ട ആവശ്യം. ഇപ്പൊ നിലവില് നമ്മളുടെ ഈ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ കേൾക്കുന്നത് ഈ പാവപ്പെട്ട 610ഓളം വരുന്ന കുടുംബങ്ങൾ കുടിയൊഴിയപ്പെടേണ്ട രീതിയിലൊക്കെ അവർക്ക് നോട്ടീസ് കിട്ടിയെന്നോ അതല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ. പെട്ടെന്ന് അതിലെ വഖഫ് ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ഞാൻ വിളിച്ച് സംസാരിച്ചു. നിങ്ങൾ ആ പാവപ്പെട്ടവർക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് കത്ത് കൊടുത്തത്? ഞാൻ ചോദിച്ചു അവരോട്. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അറിയാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഒരാൾക്കും കത്ത് കൊടുത്തിട്ടില്ല. ഞങ്ങൾ ആകെ കൊടുത്തിട്ടുള്ളത് 12 പേർക്കാണ്. ആ 12 പേര് റിസോർട്ടുകളാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തിട്ടുള്ളത് അത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന കേരള മഹല്ല് കോൺഫെഡറേഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മഹല്ല് ആ സംവിധാനത്തിൽ നിൽക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു കൺവീനറാണ് ഞാൻ. നേരത്തെ പറഞ്ഞ വഖഫ് സംരക്ഷണ വേദി എന്നുള്ളത് വളരെ നേരത്തെ രൂപപ്പെട്ടിട്ടുള്ള ഈ പറയപ്പെടുന്ന അതിൻ്റെ പ്രസിഡന്റ് ഈ പറയപ്പെടുന്ന നാസർ പട്ടാളം എന്ന് പറയുന്ന വ്യക്തിയാണ്. അവർ നേരത്തെ മുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം വഖഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ ചാനലുകളിലോ അതല്ലെങ്കിൽ മറ്റു പത്രങ്ങളിലോ ഒന്നും കണ്ടിട്ടുണ്ടാകില്ല. ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളല്ല. പക്ഷേ ഈ വിഷയത്തിലേക്ക് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വഖഫ് നിയമത്തിനെതിരെ നിങ്ങളുടെ കുടിയിറക്കൽ വിഷയത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ നിങ്ങൾ കുടിയിറക്കണമെന്നോ പറയാനല്ല, വഖഫ് നിയമമെന്ന ആ പരിപാവനമായിട്ടുള്ള നിയമത്തിനെതിരെയുള്ള പ്രചരണം അത് തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തുറന്നു പറയുക എന്നുള്ളത് കൊണ്ടും ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. ഈ നാസർ മനയില് അതേപോലെ തന്നെ സലാം പട്ടാളം അവർ എത്ര കോടി രൂപയാണ്? അതല്ല, ഞാൻ 500 അല്ലേ? 500 കോടിയല്ല, ഞാൻ 400 മറന്നുപോയി. 500 കോടി രൂപ മനസ്സിലായി, ഞാൻ അത് മറന്നുപോയി എത്ര എന്നുള്ളത്. 500 കോടി രൂപയുടെ ഞങ്ങൾക്ക് മനസ്സിലായി 500 കോടി രൂപയുടെ എന്താണ് ഒരു അഴിമതിയോ? എന്താണ്
ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇല്ല, ഞാൻ വായിക്കാണ്. 500 കോടി രൂപയുടെ തട്ടിപ്പ്, അതല്ലെങ്കിൽ ഖദീജാബായ് വഖഫിന്റെ 500 കോടി രൂപയുടെ വഖഫ് വസ്തുക്കൾ അന്യാധീനപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് റഷീദ് എന്ന എന്നയാളും നൽകിയ, പിന്നീട് വഖഫ് സംരക്ഷണ വേദിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയെന്ന് അവകാശപ്പെട്ട് TM അബ്ദുൽ സലാമും നാസർ മനയിലും കക്ഷി ചേർന്ന ശേഷം 2018 ജൂണിൽ ആരോപണങ്ങൾ പിൻവലിച്ചുകൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് കോടതിയിൽ അറിയിച്ച് പിൻവലിക്കാൻ ശ്രമിച്ചത് വഖഫ് സംരക്ഷണത്തിന് വേണ്ടിയല്ല എന്ന് രൂപയുടെ ആരോപണം അവർക്കെതിരെ അത്തരത്തിലുള്ള ഒരു ആരോപണമുണ്ടെങ്കിൽ ഖദീജാബായ് വഖഫിന്റെ 500 കോടി രൂപയുടെ വഖഫ് വസ്തുക്കൾ അന്യാധീനപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് റഷീദ് MAA എന്നയാൾ നൽകിയ 5 ഞാൻ സംസാരിക്കുന്ന അതല്ല. ഞാനിപ്പോ അവരെ ന്യായീകരിക്കാനല്ല. അവർ ഫ്രോഡുകളാണ്. അവർ രണ്ടുപേരും ഫ്രോഡുകളാണ്. ഞങ്ങൾ സംസാരിച്ചതാണ്, ഫ്രോഡുകളാണ്. ആ 500 കോടി രൂപയുടെ തട്ടിപ്പെന്നുള്ള രീതിയിലാണ് സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കേണ്ടത് വഖഫ് ബോർഡിലല്ലല്ലോ പരാതി കൊടുക്കേണ്ടത്. അതിനിവിടെ ബാക്കി പോലീസ് സ്റ്റേഷനും കോടതിയും ഇത്രയും വലിയ 500 കോടി രൂപ എന്ന് വെച്ചാൽ ചെറുതല്ല. 500 കോടി വഖഫ് ബോർഡ് തന്നെയാണ് ഇങ്ങനെ ഒരു അറിയിപ്പ്, പൊതുജന അറിയിപ്പ് എനിക്കെതിരെ താങ്കൾ വഖഫ് ബോർഡ് പൊതുജനങ്ങൾക്കുള്ള ഇത്രയും ചാനലുകൾ ശ്രദ്ധിക്കുന്ന, അതായത് വഖഫ് ബോർഡ് ഇത്രയും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ചർച്ചയിൽ ഒരു 2 വ്യക്തികളെ കുറിച്ച് അവർ ഫ്രോഡുകളാണ് എന്ന് താങ്കൾ പറഞ്ഞു. ആ ഫ്രോഡുകളാണ് എന്ന് താങ്കൾ പറയുമ്പോൾ 500 കോടി രൂപയുടെ ഒരു ആരോപണവും പറഞ്ഞു. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന വ്യക്തികൾക്ക് കൺസെന്റ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് ഇത് ഞാൻ പറയുന്നതല്ല, ആര് പറഞ്ഞാലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് VIP റോഡ് കല്ലൂർ കൊച്ചി അദ്ദേഹം ഇറക്കിയ പ്രസ്താവനയിൽ ഈ ചർച്ചയിൽ താങ്കൾ പറഞ്ഞ അതൊരു വിഷയം. രണ്ടാമത്തെ ഒരു വിഷയം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി തർക്കിക്കാനോ അതില്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുമെന്ന് പ്രയാസപ്പെടുന്ന നിങ്ങളോട് വന്നിട്ട് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കാൻ വേണ്ടി വന്ന ആളല്ല ഞാൻ. ഇതിൽ ഞാനോ അതില്ലെങ്കിൽ ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞു എന്തോ വലിയ അപരാധമായി വഖഫ് ഭൂമി സംരക്ഷിക്കപ്പെടണമെന്ന് വഖഫ് മഹല്ല് കൂട്ടായ്മയുടെ യോഗത്തില് ഒരു പത്രക്കുറിപ്പ് കൊടുത്തത് വലിയൊരു അപരാധമായി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരിപാവനമായ ആ വഖഫ് ഭൂമി, അത് ഈ മുനമ്പത്ത് മാത്രമല്ല, മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് പല ആളുകളും ഇവിടെ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന കൃത്യമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് വഖഫ് ഭൂമിയാണ്. ഇതേപോലെ തന്നെ ആയിരക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമികൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലെ ഇപ്പോൾ ഇവിടെ ഒരു 75% ക്രിസ്ത്യൻ സഹോദരങ്ങളും ഒരു 25% ഹിന്ദു സഹോദരങ്ങളാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ഇവിടുത്തെ സമ്പന്നന്മാർ, ഞാനത് ആരുടെയെങ്കിലും പേരൊന്നും പറയുന്നില്ല, ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ളവർ ഈ പറയപ്പെടുന്ന രീതിയിൽ വഖഫ് ഭൂമി കയ്യേറിയിട്ടുണ്ട്, അവർ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന മുഴുവൻ വഖഫ് ഭൂമികളും തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയപ്പെടുന്ന വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയും ഈ പറയപ്പെടുന്ന VS അച്യുതാനന്ദന്റെ ഭരണകാലത്ത് 2006 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോൾ അന്നത്തെ മിനിസ്റ്റർ പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയുടെ മുമ്പിൽ, ആ ഗവൺമെന്റിന്റെ മുന്നിൽ ഈ പറയപ്പെടുന്ന ചെറായിലെ വിഷയം മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല, ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്, കയ്യേറ്റം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്ന നിസാർ കമ്മീഷൻ എന്ന് പറയുന്ന, ഞാൻ അദ്ദേഹമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ്. നിസാർ കമ്മീഷനെ ഈ പറയപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ VS അച്യുതാനന്ദൻ ഗവൺമെന്റ് നിശ്ചയിക്കുകയും 2009 ആ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവരികയും ആ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഈ പറയപ്പെടുന്ന ചെറായിലെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായ രീതി, നേരത്തെ അദ്ദേഹം പറഞ്ഞപ്പോൾ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഈ മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ല എന്നാണ് പറഞ്ഞതെന്നുള്ളത് പച്ചക്കളവാണ്. വഖഫ് ഭൂമിയാണ്. ആ നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞാൻ അയച്ചുതരാം. ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. അദ്ദേഹം ഈ ചർച്ചയിൽ തുടക്കം മുതൽ ഇങ്ങനെ ഒരു ദൈക്ഷണികമായിട്ടുള്ള സത്യസന്ധത ഇല്ലായ്മ പുലർത്തുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അങ്ങനെ സാധാരണ വ്യക്തിപരമായി സംസാരിക്കുന്ന ആളല്ല. ഇപ്പം അങ്ങ് പറഞ്ഞത് എന്താ, അതായത് ഞാൻ വഖഫ് എന്ന് പറയുന്ന പരിഭാവനമായിട്ടുള്ളൊരു നിയമം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ട് വഖഫ് ഭൂമി തിരിച്ചുപിടിക്കണം എന്നുള്ള പൊതു ആവശ്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞത്. ഒരു മിനിറ്റ് എന്നെ പറയാൻ അനുവദിക്കൂ. ഇത് നവംബർ 21 ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. In the Munambam case, the land was actually handed over for educational purpose and the far
Farooq College authorities illegally sold the land to third parties. Section 32 of Waqf Act clearly states that such land should be reclaimed by the Waqf Board. Once the land is reclaimed, it should be used for the original purpose, said Samadi convener Advocate Mujib Rahman. ഇത് മുനമ്പത്തെ ഭൂമിയെ പറ്റി തന്നെ അങ്ങ് പറഞ്ഞതാണ്. അതായത് ഈ നിയമത്തിലെ സെക്ഷൻ 32 പ്രകാരം ഈ ഭൂമി അത് തിരിച്ചു പിടിക്കുകയും അതിൻ്റെ ഒറിജിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെ മുഴുവൻ കുടിയിറക്കിയിട്ട് ഫാറൂഖ് കോളേജിന് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സമ്മതിക്കണമെന്നാണ് അതിൻ്റെ പച്ച മലയാളം. അങ്ങനെ മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ നടത്തിയിട്ടുള്ള പത്രപ്രസ്താവനയാണിത്. രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതിയാണ് ഇത് സ്റ്റേ ചെയ്തത്. അത് ഹൈക്കോടതിയുടെ തീരുമാനമാണ് പറഞ്ഞു. ഹൈക്കോടതി എന്തുകൊണ്ടാണ് സ്റ്റേ ചെയ്തത്? ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം അറിയുന്നില്ലല്ലോ. അതായത് 2009 MA നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ഭൂമികൾ തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് VS സച്ചിദാനന്ദൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2016 ഹൈക്കോടതിയിൽ ഒരു കേസ് കിടക്കുന്നുണ്ട്. ഹൈക്കോടതി ആ റിപ്പോർട്ടിലുള്ള തീരുമാനങ്ങൾ നടപ്പാക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അതിനുശേഷം 2019 വഖഫ് ബോർഡ് ഈ ഭൂമി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ. രജിസ്റ്റർ ചെയ്യുമ്പോൾ സൊസൈറ്റികൾക്ക് മാത്രമേ, ട്രസ്റ്റുകൾക്കോ സൊസൈറ്റികൾക്കോ മാത്രമേ സെക്ഷൻ 41 പ്രകാരം നോട്ടീസ് കൊടുക്കണ്ടൂ. സ്വകാര്യ വ്യക്തികൾക്ക് നോട്ടീസ് കൊടുക്കാൻ നിയമത്തിൽ പറയുന്നില്ല. അതും വഞ്ചനയാണ്. നിങ്ങൾക്ക് ആർക്കും നോട്ടീസ് കിട്ടിയിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നോട്ടീസ് കിട്ടേണ്ട ആവശ്യമില്ല. ഈ നിയമത്തിൽ തന്നെ 54 പ്രകാരം, സെക്ഷൻ 54 പ്രകാരം എൻക്രോച്ച്മെന്റ് ഒഴിപ്പിക്കാനുള്ള അധികാരം സിഇഒക്ക് ഉണ്ട്. സിഇഒ നിങ്ങൾക്ക് നാളെ നോട്ടീസ് തന്നു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ ഇറങ്ങേണ്ടി വരും എന്നുള്ളത് ഈ നിയമത്തിലെ പ്രൊവിഷനാണ്. 2013 അമെന്റ്മെന്റ് പ്രകാരം ഒഴിഞ്ഞു കൊടുക്കാൻ കൂട്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ എൻക്രോച്ച്മെന്റ് നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് 2 വർഷം വരെ തടവിനുള്ള വകുപ്പുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു പോസ്റ്റ് ഓഫീസ് ഒഴിയാൻ സമ്മതിക്കാതിരുന്നതിന് 2 ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിന്റെ ക്രിമിനൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കേസിൽ അത് 2013 മുന്നേ നടന്ന സംഭവം ആയതുകൊണ്ട് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല എന്ന് പറഞ്ഞത്. അതായത് ആളുകളെ ഒഴിപ്പിക്കാൻ മാത്രമല്ല അവർക്കെതിരെ കേസ് എടുത്തിട്ട് അവരെ ജയിലിലിടാനുള്ള വകുപ്പ് പോലെ ഈ വഖഫ് നിയമത്തിലുണ്ട്. അപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ എന്ന് പറഞ്ഞു, തൽക്കാലം അവരെ നികുതി അടയ്ക്കാൻ അനുവദിക്കാൻ പറഞ്ഞു. അത് വാക്കാലാണ് പറഞ്ഞത്, ഉത്തരവിറക്കിയിട്ടല്ല പറഞ്ഞത്. അതിനെതിരെ ഇവർ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ഏത് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഓർഡറിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത്, അവിടുത്തെ ക്രമസമാധാന നില പരിഗണിച്ചുകൊണ്ട് വാക്കാൽ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഉത്തരവിറക്കിയതിന്റെ മുകളിൽ വാക്കാൽ നിർദ്ദേശം കൊടുത്താൽ വാക്കാൽ നിർദ്ദേശം നിലനിൽക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഹൈക്കോടതി ആ തീരുമാനം സ്റ്റേ ചെയ്തത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്യുന്നതിന് മുമ്പേ പിന്നെ ഹൈക്കോടതിയുടെ തന്നെ സിംഗിൾ ബെഞ്ച് നികുതി അടയ്ക്കാൻ അനുവദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കോടതിയുടെ ഉത്തരവല്ലേ? അതെ അതെ. ഒരു മിനിറ്റ് എന്തായാലും താങ്കളോടായിരിക്കും ചോദ്യം. ഒന്ന് സംസാരിക്കാം. എൻ്റെ പേര് ജിംസി, ഞാൻ ഈ പ്രദേശവാസി തന്നെയാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ വഖഫ് എന്നത് ഒരു പാവനമായ നിയമമാണെന്ന്. പക്ഷെ ഇപ്പം മുനമ്പത്തുകാരായ ഞങ്ങൾ അതിനെ കിരാത നിയമമായിട്ട് തന്നെ കണക്കാക്കണേന്ന്. താങ്കൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി പല സംഘടനകളും അതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളും ശ്രമിക്കുന്നുണ്ടെന്ന്. ഇവിടെ ഒരു വർഗീയതയുടെ പ്രശ്നമില്ല. ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമല്ല ഇത്. ഇവിടെ 610 കുടുംബങ്ങളുള്ളതിൽ 400 ചില്ലാനേ ക്രിസ്ത്യൻ കുടുംബങ്ങളുള്ളൂ. ബാക്കിയെല്ലാം ഹിന്ദു കുടുംബങ്ങൾ തന്നെയാണ്. പള്ളിമുറ്റത്ത് നടത്തുന്നത് കൊണ്ട് ഇതൊരു വർഗീയതയുടെ ഒരു സമരമല്ല. ഞങ്ങളുടെ ഒന്നടങ്കമുള്ള ശബ്ദമാണ് മുനമ്പത്തിന്റെ. നേരത്തെ സംസാരിച്ച നമ്മുടെ BJPയുടെ പ്രതിനിധിയോടും ജനം ചാനലിന്റെ നമ്മുടെ ആങ്കറോടും ചോദിക്കാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസം ഒരു 300 ഏക്കർ ഭൂമി, താങ്കൾ മാധ്യമപ്രവർത്തകനാണല്ലോ, കഴിഞ്ഞ ദിവസം ചാനലുകളിൽ വന്ന ഒരു വാർത്തയാണ്. ദേവസ്വം ബോർഡിന്റെ 300 ഏക്കർ ഭൂമി, അത് കോട്ടയം ജില്ലയിലെ പൂവണി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ദേവസ്വം ബോർഡിന്റെ ഭൂമി ഇതേ രീതിയിൽ ഒരുപാട് ആളുകൾ കയ്യേറുകയോ താമസിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇടപെട്ടുകൊണ്ട് ആ ഭൂമിയിൽ ദേവസ്വം ബോർഡിനും ആ ക്ഷേത്രത്തിനും, പൂവണി ക്ഷേത്രത്തിനും അതിൻ്റെ ആ അവകാശം തിരിച്ചു കൊടുക്കുകയും അവരുടെ പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയോ അതില്ലെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ വഖഫ് ബോർഡിന്റെ വിഷയത്തിലുള്ള ഈ നിലപാട് തന്നെയാണോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനം ചാനലിനും BJPക്കും ഉള്ളത്? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം എന്താ അറിയോ, ദേവസ്വം ബോർഡിന് ഏതെങ്കിലും ഒരു ഭൂമി ദേവസ്വം ഭൂമിയാണെന്ന് സ്വയം തീരുമാനിക്കാനും അങ്ങനെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനും സ്വന്തം നിലയിൽ തന്നെ അവിടെയുള്ള ആൾക്കാരെ കുടിയൊഴിപ്പിക്കാനുള്ള അധികാരമില്ല. ദേവസ്വം ബോർഡിന് ഏതെങ്കിലും ഭൂമി ദേവസ്വം ഭൂമി അതൊരു വാദം ഉണ്ടെങ്കിൽ അവർ ഏത് സ്വകാര്യ വ്യക്തിയും ചെയ്യുന്നത് പോലെ സിവിൽ കോടതികളെ സമീപിച്ച് സൂട്ട് നടത്തി കോടതിയിൽ നിന്ന് വിധി സമ്പാദിക്കണം. അതിന് സമാനമായിട്ടുള്ള അധികാരമല്ല വഖഫ് ബോർഡിനുള്ളത്. വഖഫ് ബോർഡിന് ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കോടതിയെ സമീപിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് ദേവസ്വത്തിന്റെ വിഷയത്തിൽ ഒറ്റ കാര്യം, വഖഫ് ബോർഡിന്റെ അധികാരം ദേവസ്വം ബോർഡിന് കൊടുക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടോ?
വഖഫ് ബോർഡിന്റെ ഞാൻ അധികാരം പറയുന്നത് അല്ല, ഈ ചോദ്യത്തിന് മറുപടി വഖഫ് ബോർഡിന്റെ അധികാരം ദേവസ്വം ബോർഡിന് കൂടി കൊടുക്കണം എന്നുള്ള അഭിപ്രായമുണ്ടോ? ഇവിടുത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇവിടുത്തെ വിശ്വാസികളുടേതായിട്ടുള്ള ഈ പറയപ്പെടുന്ന ഭൂമിയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അമ്പലങ്ങളാണെങ്കിലും ബാക്കി ഈ വഖഫ് ബോർഡ് എന്ന സംവിധാനവും ഈ പറയപ്പെടുന്ന പള്ളിയും മദ്രസയും മുസ്ലിങ്ങളായിട്ടുള്ള നേരത്തെ പറഞ്ഞ സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ഈ വഖഫ് ബോർഡും ദേവസ്വം ബോർഡും കടലും കടലാടിയും പോലെയാണെന്ന് താങ്കൾക്ക് അറിയാലോ, നന്നായിട്ട് അറിയാലോ. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 300 ഏക്കറിന്റെ വിഷയത്തിൽ അവിടെ ഒരു തീരുമാനം എടുത്തു. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പല ആളുകളും പറഞ്ഞിട്ടുള്ള പോലെ നേരത്തെ ഒരു സഹോദരി പറഞ്ഞു, ഇവിടെ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന സമരത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട സമൂഹത്തിനെതിരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അത് അവർ പറഞ്ഞതിനും നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിലോ ഹിന്ദുവിലോ വന്ന ഒരു വാർത്ത എടുത്തുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതാണ് നടത്തിയ പ്രസ്താവന, അന്നത്തെ പ്രസ് റിലീസാണ്. അതിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതിയുടെ ആവശ്യങ്ങൾ നടത്തിയ ആവശ്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് കേരള മഹല്ല് കോൺഫെഡറേഷൻ പ്രതിനിധിയായിട്ടാണ് ഞാൻ. മഹല്ല് അതോടൊപ്പം തന്നെ ഇത് പറഞ്ഞ സമിതിയുടെ കൺവീനർ എന്നുള്ള രീതിയിൽ ഞാൻ സൂചിപ്പിക്കുന്നു. അത് ഈ വിഷയത്തിൽ മൊത്തത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ മുസ്ലിം സമുദായത്തിനെതിരെയും മുസ്ലിം സംഘടനകൾക്കെതിരെ ഉണ്ടല്ലോ. അതിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം, വഖഫ് ഭൂമി വിൽപ്പന നടത്തിയ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനെ പ്രോസിക്യൂട്ട് ചെയ്യുക. മാനേജ്മെന്റ് ഏതെങ്കിലും ക്രിസ്ത്യൻ സ്ഥാപനമല്ല, ഹിന്ദു സ്ഥാപനമല്ല, മുസ്ലിം സ്ഥാപനമാണ്. ആ മുസ്ലിം സ്ഥാപനമായ ഫാറൂഖ് കോളേജ് ഈ പാവപ്പെട്ടവർക്ക് വിൽക്കാൻ കഴിയാത്ത ഭൂമി വിറ്റവരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാറൂഖ് കോളേജിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. 2, നഷ്ടപരിഹാരം അവരിൽ നിന്ന് ഈടാക്കി കൊടുക്കണം. കാരണം പറ്റിച്ച ആളുകൾ അവരാണ്. അത് ഈ ഫാറൂഖ് കോളേജ് അധികൃതരാണ് ഇവരെ വിൽക്കാൻ പാടില്ലാത്ത, നിയമപരമായി വഖഫിന്റെ ഭൂമി വിൽക്കാൻ പാടില്ല എന്ന് അറിയാതെ വിറ്റവരല്ല, കൃത്യമായി അവർക്ക് നിയമം അറിയാം. ആ നിയമം അറിഞ്ഞിരുന്നിട്ടും ഈ പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മുസ്ലിം പ്രതിനിധികളാണ് മുസ്ലിം സ്ഥാപനത്തിനെതിരെ പറഞ്ഞിട്ടുള്ളത്. അവിടെ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ല, നീതി നടപ്പാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം അതല്ലല്ലോ, വഹാബികളാകട്ടെ ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ ഫാറൂഖ് കോളേജാണ് ഉത്തരവാദി എന്ന് പറഞ്ഞോ? അൻവർ ഫൈസി മുക്കം പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. അൻവർ ഫൈസി മുക്കം നിങ്ങളുടെ സമസ്തയുടെ ചുമതലയിലിരിക്കുന്ന ആള് പറയുന്നു അവര് വഹാബികളാണ്, അതുകൊണ്ടാണ് അത് അവർ ചെയ്തത് എന്ന്. ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. ഞാനതൊരു വഹാബികളാണെന്നുള്ള പ്രയോഗം മാത്രം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൂ. ഞാനും പറഞ്ഞത് കുറ്റവാളി, ഈ പറയുന്ന മുക്കം ഫൈസി ഉസ്താദ് പറഞ്ഞതും വിനീതനായ ഞാനും പറഞ്ഞത് കുറ്റവാളികൾ ഫാറൂഖ് കോളേജ് തന്നെയാണ്, അതിന് വ്യത്യാസമില്ല. രണ്ടാമത്തെ കാര്യം, ചെറായി മുനമ്പത്തെ വഖഫ് ഭൂമിയിലെ വൻകിട റിസോർട്ട് ബാർ മാഫിയകളെ സർക്കാർ ഉടൻ തന്നെ കുടിയിറക്കി വഖഫ് ഭൂമി സംരക്ഷിക്കണം. ഇവിടുത്തെ പാവപ്പെട്ടവരെ കുടിയിറക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതിന് നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു ഇവിടെ പറയട്ടെ, ഞാൻ അതൊക്കെ ഇടയ്ക്ക് ഇടപെട്ടാൽ എനിക്കത് പറയാൻ കഴിയില്ല. ഇവിടെ റിസോർട്ടുകളില്ല, ഇവിടെ 610 കുടുംബങ്ങളെ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം. മാഫിയ അല്ലെങ്കിലും ഇവിടെ ഈ പരിധി ഇദ്ദേഹം വടക്കൻ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്. എൻ്റെ വീട് ഇവിടെ ആലുവായിൽ മുപ്പത്തിടത്താണ്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് വെണ്ണലയാണ്. അപ്പോൾ എന്നോട് ഇവിടെ റിസോർട്ടില്ല, ഇവിടെ ഈ പറയുന്ന മഹീന്ദ്ര ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഒഴിവാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറയാൻ വരുന്ന പോയിന്റിൽ തടസ്സപ്പെടുത്തല്ലേ. ജഗന്നിയന്തവായ നാഥനെ മുൻനിർത്തി ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഈ പറയപ്പെടുന്ന 404 ഏക്കർ അദ്ദേഹം ഈ പറയപ്പെടുന്ന ഈ കള്ളന്മാർക്ക്, ഈ ഫാറൂഖ് കോളേജിനല്ല അദ്ദേഹത്തിന്റെ മക്കൾക്കാണ് കൊടുത്തെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവരുടെ മക്കൾക്ക് എത്രയോ വലിയ ഒരു സമ്പത്ത് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അദ്ദേഹം നാഥനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ ഇടയ്ക്ക് സംശയം പറയാം, അങ്ങനെയല്ല സംശയങ്ങളൊക്കെ ചോദിക്കാം. എന്റെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എന്റെ സംസാരം ഞാൻ സംസാരം നിർത്തേണ്ടി വരും. പെട്ടെന്ന് പൂർത്തിയാക്കാം പ്ലീസ്. ഭൂമി എങ്ങനെയാ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ സംസാരിച്ച എന്റെ ഫ്ലോ കളയുന്ന രീതിയിൽ, എന്റെ സംസാരത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വന്ന് മുട്ടിയാൽ സംസാരിച്ച് പൂർത്തിയാക്കിയാൽ മതി പ്ലീസ്. ഹലോ, ഒന്ന് സംസാരിക്കണ്ടല്ലോ. ഓക്കെ ഓർമ്മ വന്നോ താങ്കൾക്ക്? ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ തിന്നേണ്ട കാശ, അദ്ദേഹത്തിന്റെ മക്കൾ അനുഭവിക്കേണ്ട, അദ്ദേഹത്തിന്റെ തലമുറ അനുഭവിക്കേണ്ട ആ സമ്പത്ത് അദ്ദേഹം ഈ ഫാറൂഖ് കോളേജിന്, അദ്ദേഹത്തിന് അധികാരമില്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ അങ്ങോട്ട് ചെന്നാൽ അവിടുന്ന് ഓടിച്ചുവിടില്ല. കാരണം അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ അവകാശം ഇല്ലെങ്കിൽ അദ്ദേഹം ഈ പറയപ്പെടുന്ന രജിസ്റ്റർ ഓഫീസിലാണല്ലോ രജിസ്റ്റർ ചെയ്തത്, അതിന്റെ രേഖയുണ്ടല്ലോ. ആ കൊടുക്കപ്പെട്ടിട്ടുള്ള ഭൂമിയിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞു
ഒരു ബാറും പിന്നെന്താ എന്തൊക്കെയുള്ള 2 ബാർ, പിന്നെ ഒരു ബിയർ പാർലർ. അദ്ദേഹം കൊടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണെന്ന് വഖഫാണ്. വഖഫിന്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. അത് പരിശുദ്ധമായ പള്ളി നിർമ്മിക്കാൻ, മദ്രസകൾ നിർമ്മിക്കാൻ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി കൊടുത്ത സ്ഥലത്താണ് പറഞ്ഞത് ബാറ് ഈ പറയപ്പെടുന്ന സംവിധാനം. അത് ഇസ്ലാമികമായി പാടില്ലാത്ത കാര്യമാണ്. അവിടെ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് മുനമ്പത്തെ വഖഫ് ഭൂമിയിലെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം നൽകണം. അവരെ വഞ്ചിച്ചവരിൽ നിന്ന് ഈടാക്കി നൽകുക. ഒരിക്കലും നിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടോ നിങ്ങളെ അവിടെ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിടാൻ ഇവിടുത്തെ മുസ്ലിമീങ്ങളോ മുസ്ലിം സംഘടനകളോ ആരും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് നീതി കിട്ടണമെന്ന് തന്നെ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ കോർഡിനേഷൻ കമ്മിറ്റി ഇവർക്ക് നഷ്ടപ്പെട്ട റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനോട് പത്രസമ്മേളനം നടത്തി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. മുനമ്പത്തുകാർക്ക് നഷ്ടപ്പെട്ട റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്ന് മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഭൂമി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരവും വഞ്ചിച്ചവരിൽ നിന്ന് അല്ല, അവർക്ക് നഷ്ടപ്പെട്ട റവന്യൂ അവകാശം ഈടാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ നഷ്ടപ്പെട്ട റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്. ഓക്കെ, ഒരു മിനിറ്റ് ചേച്ചി, ഒരു മിനിറ്റ്. ഹലോ പറഞ്ഞോ. കേൾക്കാനല്ലേ? എനിക്ക് ഇക്കനോടാണ് ചോദിക്കാനുള്ളത്. ഇക്ക പറഞ്ഞ് 61-ലും 67-ലും ഒരു കേസ് ഉണ്ടായെന്ന് പറഞ്ഞു വഖഫിനായിട്ട്. അല്ല, ഫാറൂഖ് കോളേജിനായിട്ടാണ് ഈ നാട്ടുകാർ കേസ് ഉണ്ടായത്. അതിനകത്ത് വിധി വന്നത് ഈ ഭൂമി ഫാറൂഖ് കോളേജിൻ്റെതാണ്. എന്തോ ായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പ്രദേശവാസികളും ഫാറൂഖ് കോളേജുമായിട്ടുള്ള കേസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന്. ഈ ഭൂമി നിലവിൽ വന്ന് തന്നെ 1964. ഈ ഭൂമി ഇത് ഫാറൂഖ് കോളേജിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണെന്ന് ഫാറൂഖ് കോളേജിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണെന്നാണ് കോടതി വിധി വന്നത്. മനസ്സിലായത്? അതിനുശേഷം 75-ല് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് അംഗീകരിക്കുകയും ഇത് ഒരു ഗിഫ്റ്റ് ഡീഡാണെന്ന് അതിനകത്ത് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. 11-ാമത്തെ പേജിൽ. ഓക്കെ, 11-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഈ കോടതി വിധിയൊക്കെ ബൈഹാർട്ടാണ്, മാത്രമല്ല വഖഫ് നിയമവും അല്ലേ? അതുപോലെ തന്നെ ഇത് ഈ 2 പ്രാവശ്യവും ഫാറൂഖ് കോളേജിന്റെ തന്നെയാണ് ഈ ഭൂമി ഉടമസ്ഥാവകാശം എന്നുള്ളത് തെളിഞ്ഞതിന് ശേഷം വഖഫ് ആക്ടിൽ ഒരു നിയമം പറയുന്നുണ്ട്. 7B എടുത്തു നോക്കുക. ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും കാരണത്താൽ എപ്പോഴെങ്കിലും ഒരു കോടതി വന്നിട്ടുണ്ടെങ്കിൽ ആ വിധി എന്താണോ അതിനനുസൃതമായിട്ടായിരിക്കണം ട്രൈബ്യൂണൽ കേസ് എടുക്കേണ്ടത്, വഖഫ് ട്രൈബ്യൂണൽ കേസ് എടുക്കേണ്ടത്. ഈ ഭൂമിക്ക് വന്നേക്കണ വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫാറൂഖ് കോളേജിന്റെ ഭൂമിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആയതിനാൽ അതിനെക്കുറിച്ച് പരിഗണിക്കാനുള്ള അധികാരം വഖഫ് ട്രൈബ്യൂണലിൽ ഇല്ല. 7B വഖഫ് ആക്ട് ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, ഷിബുജീബ് റഹ്മാൻ, പെട്ടെന്ന് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ശരിയല്ലേ? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നേരത്തെ 100% ശരിയല്ലേ? ബഹുമാനപ്പെട്ട പറവൂർ കോടതിയുടെയും അതേപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെയും ആ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് അത് വഖഫല്ല, അത് ഫാറൂഖ് കോളേജിൻ്റെതാണ്. അങ്ങനെയല്ലേ പറഞ്ഞ? ഈ ഫാറൂഖ് കോളേജിൻ്റെതാണ് എന്ന് പറയുന്നത് ഹൈക്കോടതി വിധിയിൽ ഗിഫ്റ്റ് ഡീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരാമർശം ഞാൻ ഈ വായിച്ചത് അദ്ദേഹം എഴുതി കൊടുത്ത ആധാരമാണല്ലോ. ജഗന്നിയന്താവായ നാഥനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം എഴുതി കൊടുത്ത വഖഫ് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് അതല്ല. ഈ ഭൂമിയുടെ ഞാൻ എന്റെ ഞാനതിന് മറുപടി പറയട്ടെ. അദ്ദേഹം എന്നോടാണല്ലോ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വഖഫ് ഈ പറയപ്പെടുന്ന ഭൂമി ഫാറൂഖ് കോളേജിൻ്റെതാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഫാറൂഖ് കോളേജിന്റെ എങ്ങനെയാണ് ആയത്? ഫാറൂഖ് കോളേജിന് നേരത്തെ ഉള്ള ഭൂമി അല്ലല്ലോ. ഈ പറയപ്പെടുന്ന സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന മനുഷ്യൻ 1909 എഴുതി കൊടുത്തതിന്റെ പേരിലല്ലേ ഈ പറയുന്ന ഫാറൂഖ് കോളേജിന് അതിന്റെ ഉടമസ്ഥാവകാശം വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ സൂചിപ്പിക്കുന്നത് അത് ഗിഫ്റ്റ് ഡീഡാണ് എന്ന്. വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാറൂഖ് കോളേജിന് ആ മനുഷ്യൻ ഈ പറയപ്പെടുന്ന നാഥനെ മുൻനിർത്തിക്കൊണ്ട് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡീഡ് വഖഫാണ്, അതിന് ഗിഫ്റ്റ് എന്നുള്ളതല്ല. ആ ഡീഡ് വഖഫാണ്. ഞാൻ വഖഫ് അല്ല, കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ ഈ ഭൂമിയുടെ 75-ലുള്ള കോടതി വിധിനെയാണ് സാർ ഇപ്പൊ ലംഘിക്കണത്. വഖഫ് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് ഡീഡാണെന്ന് കോടതി പറയുന്നു 75-ല്. മനസ്സിലായില്ലേ? അതിന്റെ
7B എന്ന് ഉള്ള വക്ക ഫാക്ടറി എന്താണ് എന്ന് നോക്ക്. അങ്ങനെയുള്ള ഉടമസ്ഥാവകാശം ഉള്ള വസ്തുവിനെ കുറിച്ച് ഇത് വഖഫ് ട്രൈബ്യൂണൽ നിയമപരമായിട്ട് പരിഗണിക്കാൻ പാടില്ല കേസ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലേ, ഇതിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അഭിഭാഷകനൊന്നുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഈ നേരത്തെ പറഞ്ഞു ഫാറൂഖ് കോളേജിലെ കക്ഷിയല്ല ഈ പറയപ്പെടുന്ന ഈ പ്രദേശവാസികളും ഫാറൂഖ് കോളേജും തമ്മിലുള്ള പറവൂർ കോടതിയിലുണ്ടായ കേസ്. അത് പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്പീൽ ഹൈക്കോടതിയിൽ പോയി. അവിടെ കോടതി കണ്ടെത്തി അതിൻ്റെ ഉടമസ്ഥാവകാശം ഫാറൂഖ് കോളേജിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഫാറൂഖ് കോളേജിന് അതിൻ്റെ ഉടമസ്ഥാവകാശം കിട്ടാനുള്ള കാരണം അത് ഈ പറയപ്പെടുന്ന വ്യക്തി വഖഫ് ചെയ്തതിൻ്റെ പേരിലാണ്. ഇതിൽ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എനിക്കൊരു അല്പം സമയം തന്നെ സമയമില്ല, ആകെ 5 മിനിറ്റേ ഉള്ളൂ. അത് എനിക്ക് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ ഒരു നമ്മൾ തെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പിലൊക്കെ അവസാനത്തെ ഘട്ടത്തിലൊക്കെ ഉണ്ടായതുപോലെ ഒരു ചർച്ച നടക്കുമ്പോൾ അവരൊരു ചോദ്യം എന്നോട് ഉന്നയിക്കുമ്പോൾ ഞാനതിന് മറുപടി പറയുമ്പോൾ ഈ പറയപ്പെടുന്ന സമൂഹവുമായി സംവാദത്തിന് വന്ന ആളല്ല ഞാൻ വന്നിട്ടുള്ളത് അവരോടൊപ്പമാണ്. അവരോടൊപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിയിറക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന, അതല്ലെങ്കിൽ ഈ കുടിയിറക്കപ്പെടുമെന്ന് പേടിക്കുന്ന വഖഫ് ബോർഡിന്റെ നിയമത്തിന്റെ അനുസരിച്ച് കൊണ്ടുള്ള ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ചതിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അല്ല, ആ സമരത്തിലുണ്ടാകുന്ന ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പറയാനുണ്ട്. ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് ഉയർന്നു വരുന്നത് ഈ പറയപ്പെടുന്ന പാവപ്പെട്ടവരുടെ പ്രശ്നത്തെക്കാൾ ആ പ്രശ്നം മുൻനിർത്തിക്കൊണ്ടുവരുന്നത് വഖഫ് നിയമം. കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ് ഇവിടുത്തെ മുസ്ലിങ്ങളോടുള്ള അവരുടെ സമീപനം ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അങ്ങനെ എന്താണ് ഈ പറയപ്പെടുന്ന കേന്ദ്രം ഭരിക്കുന്ന BJP അല്ല, നാട്ടിലൊരു ഡ്രക്കോണിയൻ നിയമം, ഒരു ലോ ഉണ്ടെങ്കിൽ അത് ഭേദഗതി ചെയ്യാൻ ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാർ ഇറങ്ങും. സമീപനത്തെ കുറിച്ച് അതിനെ എന്തിനാ വർഗീയമായിട്ട് കാണുന്നത്? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല കേന്ദ്ര സർക്കാർ അല്ല നരേന്ദ്രമോദി എത്ര കാലമായി ഇന്ത്യയിൽ ഭരിക്കുന്നു? ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നു? നിങ്ങളൊക്കെ അതല്ലേ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലല്ല, നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നു. പൗരത്വ നിയമം കൊണ്ടുവന്ന സമയത്ത് അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്. ഗവൺമെന്റ് ഞാൻ പറയുന്നത് എന്താന്ന് കേട്ടാലല്ലേ ആങ്കർക്ക് അത് മനസ്സിലാവും. കേന്ദ്ര ഗവൺമെന്റ് വഖഫ് നിയമം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന ഇപ്പൊ JPC-യുടെ മുന്നിൽ ആ വിഷയമുണ്ട്. ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ റദ്ദ് ചെയ്യാനല്ല, വഖഫ് നിയമം നിലവിലുള്ള അതിന്റെ ഈ ഭേദഗതി എന്നുള്ള അവസരത്തിൽ തന്നെ അതിനെ ഈ പറയപ്പെടുന്ന രീതിയിൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ശ്രമം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൂടുതൽ ബലം നൽകത്തക്ക രീതിയിലേക്ക് നമ്മുടെ സമരപ്പന്തൽ നിന്ന് അതിന് ശക്തമായ പ്രതിഷേധം മുസ്ലിം സമുദായത്തിനുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പ്രശ്നത്തിൽ ഒരു സംശയവുമില്ല. അവരെ കുടിയിറക്കാൻ പാടില്ല എന്നും അവരുടെ റവന്യൂ അവകാശം സ്ഥാപിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരിക്കലും അവരെ ഇറക്കി വിടണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. താങ്കളുടെ ആ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്തു. അത് വേണം, അതാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. യെസ്, പെട്ടെന്ന് റോയ്. അദ്ദേഹം തന്നെ ആ ഒരു ചർച്ച ആ ഒരു ഘട്ടത്തിലോട്ട് കൊണ്ടുവന്നായി. ഇവര് പറയുന്നത് ഇവിടെ കുറെ മറ്റു മനുഷ്യരും പറയുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ള വഖഫ് നിയമവും അമെൻഡ് ചെയ്യേണ്ടതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. സാറേ, നിസാർ കമ്മീഷനെ കുറിച്ച് സാറ് പറയുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. നിസാർ കമ്മീഷനിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് 21 പ്രോപ്പർട്ടീസാണ് അവർ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ്. മുനമ്പം ഒഴികെ മറ്റുള്ള ഒരു പ്രോപ്പർട്ടിയുടെയും വിവരം ലഭ്യമല്ല. അത് ഒന്നാമത്തെ ചോദ്യം. ഇനി നിസാർ കമ്മീഷൻ എന്തിനാണ് ബേസ് ചെയ്തിരിക്കുന്നത്? 2013-ലെയും 1995-ലെയും വഖഫ് നിയമങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇത് വഖഫ് ബോർഡിനോട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും മനുഷ്യരെ കുടിയിറക്കാൻ പറ്റില്ല എന്ന് താങ്കൾ പേടിയാണ്. ഞങ്ങൾക്ക് പേടിയില്ല സാറേ, കുടിയിറക്കാൻ നിങ്ങൾ ആര് ശ്രമിച്ചാലും നടക്കില്ല. അത് ഈ ജനതയുടെ ശബ്ദമായിട്ട് ഇവിടെ പറയാണ്. നിങ്ങൾ ആര് വിചാരിച്ചാലും ഈ ജനത ഇവിടുന്ന് കുടിയിറങ്ങില്ല. അങ്ങനെ കുടിയിറക്കാൻ വരുന്നവര് അറബിക്കടലിലായിരിക്കും. ഓക്കെ, ശംഖു. അല്ല, നോക്കൂ, അദ്ദേഹത്തിന്റെ വാദം, അദ്ദേഹം തുടർച്ചയായിട്ട് ചർച്ചയിൽ പറഞ്ഞത്, ഞങ്ങൾ പറയുന്നത് ഇവർക്ക് ഫാറൂഖ് കോളേജിൽ നിന്ന് പൈസ മേടിച്ച് നഷ്ടപരിഹാരം കൊടുത്തിട്ട് അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു. പുനരധിവസിപ്പിക്കുക, നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നു ഇവരെ ഇവിടെ നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള നിലപാടാണ്. ഇതിൽ തന്നെ അപകടമായിട്ട് പ്രശ്നം, ഇവർ വളരെ പരിഭാവനവും ദിവ്യവുമാണെന്ന് പറയുന്ന വഖഫ്, അവരൊരിക്കലും ഒരു ഭൂമി വഖഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംരക്ഷിക്കണം എന്നുള്ള നിലപാട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏതൊക്കെ ഭൂമി വഖഫാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നാഷണൽ ക്യാപിറ്റൽ
ടെറിട്ടറി ഓഫ് ഡൽഹി, NCR ഡൽഹിയുടെ 77% വഖഫ് ഭൂമിയാണെന്നാണ് വഖഫ് ബോർഡിന്റെ വാദം. ഇന്ത്യയുടെ സുപ്രീം കോടതി നിൽക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണെന്നാണ്, ഇന്ത്യയുടെ പാർലമെന്റ് നിൽക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണെന്നാണ്, സെൻട്രൽ വിസ്ത നിൽക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണെന്നാണ്, ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണെന്നാണ്, ബാംഗ്ലൂരിലെ റേസ് കോഴ്സ് വഖഫ് ഭൂമിയാണെന്നാണ്. ഇപ്പൊ പറയുന്നത് നമ്മുടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഉൾപ്പെടെയുള്ള 600 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്ന്. ഏറ്റവും വലിയ തമാശ, നമ്മുടെ അംബാനിയുടെ വീടില്ല അന്റീലിയ ബോംബെയിലെ, അതുവരെ വഖഫ് ഭൂമിയിലാണെന്നാണ് ഇവരുടെ വാദം. ഇവർ വഖഫ് ഭൂമിയാണെന്ന് പറയുന്ന ഭൂമി മുഴുവൻ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചിട്ട് വഖഫ് ബോർഡിന് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല. ആനന്ദ് രംഗനാഥന്റെ ഹിന്ദുസിൻ ഹിന്ദു രാഷ്ട്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് 3 കാര്യത്തിൽ മാത്രമേ ഉറപ്പുള്ളൂ എന്ന്. 1, ജനിച്ചതുകൊണ്ട് ഉറപ്പായിട്ടും മരിക്കും. 2, മരിക്കുന്നത് വരെ നികുതി അടക്കേണ്ടി വരും. 3, മരിക്കുന്നത് വരെ ഈ നികുതി അടച്ച് ജീവിക്കുന്നതിനിടയിൽ എല്ലാ ദിവസവും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു വഖഫ് ഭൂമിയിലൂടെ സഞ്ചരിച്ചിരിക്കും. ഇവിടെ ഈ കാണുന്ന ഭൂമി എല്ലാം വഖഫ് ഭൂമിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് മുഴുവൻ തിരിച്ചു പിടിക്കണമെന്നുള്ള വാദം നിങ്ങൾ ഉപേക്ഷിക്കാതെ ഈ അന്യായമായിട്ട് ഏത് ഭൂമിയും വഖഫാക്കി മാറ്റാനുള്ള ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം, ഇത് ഇസ്ലാമിക നിയമത്തിന് പോലും വിരുദ്ധമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വഖഫിന്റെ സങ്കല്പം വഖഫ് അലൽ ഔലാദ് എന്നാണ്. വഖഫ് അലൽ ഔലാദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടീസിംഗ് ആയിട്ടുള്ള മുസ്ലിമിന് അയാൾക്ക് അർഹതപ്പെട്ട ഭൂമി മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്ത്യയിലെ വഖഫ് നിയമത്തിൽ അങ്ങനെയല്ല. മുസ്ലിം അല്ലാത്ത ഒരാൾക്കും വഖഫ് ചെയ്യാം, ഒരാൾക്ക് തനിക്ക് അവകാശപ്പെടാത്ത ഭൂമി വഖഫ് ചെയ്യാം. വഖഫ് ബൈ അലൽ ഔലാദ് മാത്രമല്ല, വഖഫ് ബൈ യൂസർ. നിങ്ങൾ നിരന്തരമായിട്ടൊരു ഭൂമി ഉപയോഗിച്ചാൽ ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് അതിനുമേൽ അവകാശം സിദ്ധിക്കുകയും ആ അവകാശം നിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്. ഇപ്പം ഇവിടെ പറയുന്നല്ലോ സിദ്ദിഖ് സേട്ട് വഖഫ് ചെയ്തു എന്ന്. തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്ന് പാട്ടത്തിന് കിട്ടിയ ഭൂമി എങ്ങനെ ഇയാൾ വഖഫ് ചെയ്യുന്നത്? പാട്ടഭൂമി ഇയാളുടെ സ്വന്തം ഭൂമിയല്ലല്ലോ. അപ്പൊ അവിടെ തന്നെ അർഹതപ്പെടാത്ത ഭൂമിയാണ്. അതല്ലെങ്കിൽ പിന്നെ 1947 രാജഭരണമൊക്കെ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവ് എടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് സിദ്ദിഖ് സേട്ടിന് ആധാർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ അത് അദ്ദേഹം സ്വന്തമായിട്ട് ആ ഭൂമിയുടെ അവകാശം ഏറ്റെടുത്താണ്. അപ്പൊ അങ്ങനെ പോലും വഖഫ് ചെയ്യാൻ സാധിക്കുമെന്നിരിക്കെ വഖഫ് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അന്തിമമാണ്. അങ്ങനെയുള്ള എല്ലാ വഖഫ് ഭൂമിയും ഞങ്ങൾ തിരിച്ചു പിടിച്ച് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പിന്നെ ഭൂമിയില്ല. 38 ലക്ഷം ഏക്കർ ഭൂമിയൊക്കെ വഖഫ് ഭൂമിയായി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. ഞങ്ങൾക്ക് നാളെ വല്ലതും സംഭവിക്കുമോ? അതുകൂടെ പെട്ടെന്ന്. എനിക്ക് വലിയ പ്രതീക്ഷയില്ല, എന്നാലും നോക്കാം. ഓക്കെ യെസ്, നാളെ വല്ലതും സംഭവിക്കുമോ മുജീബ് റഹ്മാൻ? പ്രവചിക്കാൻ ഞാൻ അല്ല, എന്നാലും ഒന്ന് ഗസ് ചെയ്തേ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമാണെന്ന് പറയുന്നു. അപ്പൊ പിന്നെ ഈ സർക്കാരിന് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? കോടതിയിൽ ഇരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. ഞാനിവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് വഖഫ് എന്ന ആ പരിപാവനമായിട്ടുള്ള നിയമത്തിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ BJP ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. ജനം ചാനൽ BJPയുടെ ഒരു ജിഹയാണ്. ഒരിക്കലുമല്ല BJPയുടെ ചാനലല്ല ജനം TV. എങ്ങനെയായാലും നമുക്കൊക്കെ അതങ്ങനെ ബോധ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഇല്ലായിരിക്കാം. ഇതാണ് ഒരുപാട് തെറ്റിദ്ധാരണ. ഇപ്പൊ താങ്കളുടെ പല തെറ്റിദ്ധാരണകൾ ഇവിടെ വന്നതുകൊണ്ട് മാറി. ഇപ്പൊ റിസോർട്ട് മാഫിയ എന്ന് പറഞ്ഞു അല്ലേ? അല്ല, റിസോർട്ട് മാഫിയ എന്ന് പറഞ്ഞു. എത്ര റിസോർട്ട് ഉണ്ട് എന്ന കാര്യത്തിൽ താങ്കൾക്ക് ഒരു വ്യക്തത ഉണ്ടല്ലോ. അങ്ങനെ തന്നെ പറഞ്ഞു 5 മിനിറ്റ് ഉള്ളൂ. നേരത്തെ ഞാൻ തുടങ്ങി വെച്ച കേന്ദ്ര ഗവൺമെന്റ് വഖഫ് നിയമം ഭേദഗതി ചെയ്തല്ലോ, അതല്ലെങ്കിൽ അതിന്റെ പരമാധികാരങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അപകടകരമായ ഒരു നീക്കമാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ നിയമത്തെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂളായി ഇവിടുത്തെ സമരം ഉപയോഗിക്കുകയും ഇവിടുത്തെ ഈ പാവപ്പെട്ട ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ പലരും ഈ മുനമ്പം പ്രദേശത്തുള്ള ഒരു ചാകര പിടിക്കുന്നതിന് വേണ്ടി പലരും ഇവിടെ വരുന്നു. അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നീട്ടങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ലെന്ന്. അത് ഇവിടെ ഈ കേരള പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന മുഴുവൻ BJP പറഞ്ഞിട്ടില്ല. ഞാൻ BJP എന്ന് പറഞ്ഞില്ല, ജനം ചാനൽ പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഇവിടെ ആർക്കെങ്കിലും മറുപടി പറയാനോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ ഇങ്ങനെ തലനാരിഴ കയറി സംസാരിക്കാനോ അല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് 1, വഖഫ് ബോർഡ്, സംസ്ഥാന ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ്. ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അനീതിയാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ ബഹുമാനപ്പെട്ട സമരസമിതി, നേരത്തെ ഞാൻ പറഞ്ഞ സംസാരത്തിൽ ഈ വിഷയത്തിൽ ഇവിടുത്തെ അവകാശങ്ങൾ വെച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ വഞ്ചിക്കപ്പെട്ട അവരുടെ റവന്യൂ അവകാശം എന്നുള്ളത് അവർ ഈ പറയപ്പെടുന്ന ഭൂമി ആദ്യം വാങ്ങിച്ചവർക്ക് അവരറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പറവൂർ കോടതിയുടെയും ഹൈക്കോടതിയുടെ ഒക്കെ കാര്യങ്ങൾ കൃത്യമായി ആ തലമുറക്ക് അറിയാം. പക്ഷേ അത് കൈമാറി വന്ന് അതിൻ്റെ രേഖകൾ പരിശോധിക്കാതെ അതിൽ വഞ്ചിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ ന്യായമായിട്ടുള്ള അവകാശം അവർക്ക് സ്ഥാപിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവിടെ
ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വില്ലേജ് സംവിധാനമുണ്ട്, താലൂക്കുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന്റെ സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഈ പറയപ്പെടുന്ന ഭൂമി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ വാങ്ങിയിട്ടുള്ള വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ആ ഭൂമിയുടെ ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ആ ആധാരം നിലവിൽ വില്ലേജ് ഓഫീസർ നമുക്ക് സാറേ ഞങ്ങൾ 2000 വർഷം അല്ലെങ്കിൽ 1999 ഇത്ര രൂപ കൊടുത്ത് ഇത്ര സെന്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇതാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഇതാണ് ഞങ്ങളുടെ ആധാരം, ഈ റവന്യൂ അവകാശം ഞങ്ങൾക്ക് സ്ഥാപിച്ചു കിട്ടണം. അതിന് ഗവൺമെന്റ് പരിഹാരം ഉണ്ടാക്കും. നിലവിലുള്ള അവസ്ഥയിൽ ഗവൺമെന്റ് നാളത്തെ ചർച്ചയിൽ അവരുമായി ബന്ധപ്പെട്ട്, പക്ഷേ ഇവിടെ കയ്യേറിയിട്ടുള്ള ആളുകളുണ്ട്. ആ കയ്യേറിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? അല്ല, നാളെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാവുകയാണെങ്കിൽ ഒറ്റ കാര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിലപാട് എന്തായിരിക്കും? കംപ്ലീറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവരുടെ വിഷയം. ഇവിടെ കയ്യേറിയിട്ടുള്ള ആളുകളുണ്ട്, അത് ആരൊക്കെയാണ് എന്നും ഈ പറയപ്പെടുന്ന അവരുടെ ആധാരം കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞു കൊടുത്ത പാവപ്പെട്ട നമ്മുടെ താങ്കൾ പറഞ്ഞ പോലെ മാഫിയൊന്നുമില്ല, എല്ലാം സാധാരണക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാവപ്പെട്ടെന്ന് പറഞ്ഞ നമ്മുടെ മഹീന്ദ്ര റിസോർട്ട് ഉൾപ്പെടെയുള്ള റിസോർട്ടുകൾ അവരുടെ കയ്യിൽ ആധാരമുണ്ട്. ഈ 404 ഏക്കറിൽ പെടുന്നതാണോ, ഈ 404 ഏക്കറിൽ പെടാത്തതാണോ, അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ പരിശോധിക്കട്ടെ. ഈ പറയപ്പെടുന്ന പാവങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് നടത്തേണ്ടതുണ്ട്. മുനമ്പത്തെ പാവപ്പെട്ട ജനതയുടെ വികാരമാണ് ഇവിടെ ഉയർന്നു. ഇല്ല, സമയം തീർന്നു. വികാരമാണ് ഇവിടെ ഉയർന്നു വന്നത്. എന്തായാലും നാളത്തെ ഉന്നതതല യോഗത്തെ വളരെ പ്രതീക്ഷയോടെയാണ് മുനമ്പത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ജനസഭ ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.